മാവിലാരോ എറിയുണ്ട്. ഞാൻ പറമ്പിലൊന്ന് നോക്കിട്ട് വരാം. വെറുതെ തോന്നിയതാവും. കുറച്ചു നേരം കൂടി കിടന്നോളൂ. നിനക്ക് ചെവി കേൾക്കാണ്ടായിരിക്കണം. ആരോ എറിയുണ്ട്. ശബ്ദം ഞാൻ കേട്ടു. ആരാത്? ആരാ തൊടിയിലെന്നല്ലേ ചോദിച്ചേ? ഈ അസരീകർ എവിടുന്ന് വന്നു? കണ്ണിമാങ്ങ ഒറ്റയ്ക്കും നെറ്റയ്ക്കും ഓരോന്നും ഉണ്ടാവുന്നുള്ളൂ. അതെറിഞ്ഞ് വിളിച്ചാന്ന് വെച്ചാ നോക്ക്. നീ കാക്കില്ല കാക്കില്ല എന്ന് പറഞ്ഞ ഒട്ടുമാവില്ലേ, അത് ആദ്യം പൂത്തിരിക്കണു. മതിലും വേലിയൊന്നും ആടുകളൊക്കെ ഒരു പ്രശ്നമല്ല. ആ കാളിക്കുട്ടരോടത്തെ ആടുകളാ. അവളോടെ കെട്ടിയിട്ട് തീറ്റാൻ പറയണം. അല്ലാതെ കണ്ടോരുടെ പറമ്പിലേക്ക് കേറിക്കോട്ടെ വെച്ചിട്ട് അഴിച്ചു വിടല്ല വേണ്ടതേ. എന്താ ഒന്നും മിണ്ടാത്തെ? ചെവി കേൾക്കണ്ടോ? അതിനവൾക്ക് മാത്രല്ല ആടുകള്. അതാ അവള് പറയണേ. അപ്പൊ ചെവിക്ക് കുഴപ്പമില്ല. എനിക്ക് സംശയം തോന്നണേ. ഏത് നേരം നിർത്താണ്ടങ്ങനെ വർത്താനല്ലേ? അങ്ങോട്ട് പറയാൻ ഇട കിട്ടണ്ടേ? ഒരു കക്കരി നീ പൊട്ടിച്ചോ? എന്തിന്? കണ്ടപ്പോ ഒരു പൂതി തോന്നി ഒരെണ്ണം പൊട്ടിച്ചു നിന്നു. അങ്ങനെ വരാലോ. സത്യം പറഞ്ഞോ? ഞാനെന്താ ചെറിയ കുട്ടിയാ? ചെറിയ കുട്ടിയുള്ള സ്വഭാവം എപ്പോഴും ഉണ്ട്. ഇന്നലെ കൃത്യമായിട്ട് 8 എണ്ണം ഞാൻ കണ്ടതല്ലേ. എണ്ണിപ്പോ തെറ്റിയതാവും. എനിക്ക് കണക്ക് ഒരിക്കലും തെറ്റില്ല. റിട്ടയർ ചെയ്തിട്ടും പിന്നെയും 3 കൊല്ലം എസ്റ്റേറ്റ് ഓഫീസിൽ നിർബന്ധിച്ച് നിർത്തിയെന്തോണ്ടാ? കണക്കിന്റെ ബലം. ഇന്നൊരു കക്കരി കട്ടോൻ നാളെ പലതും കക്കാൻ കയറും. ആ പറമ്പിലാണോ രണ്ടാളും? വേണ്ട, അവിടെ നിന്നാ മതി രാമൂട്ടി. ഞാൻ പലതും കുത്തിയിട്ടുണ്ട്. അതൊക്കെ ചവിട്ടി നാശാക്കണ്ട. നീ അതുങ്ങൾ മേടിച്ചോ. മാസിക മാത്രമേ ഉള്ളൂ, കത്തൊന്നുമില്ല. മക്കള് കത്തെഴുതിൽ നിർത്തിയില്ലോ. ഫോൺ വെച്ചാ തെറ്റ്. ആരും കത്തെഴുതില്ല. ഫോണും ഒരു ഉപകാരമല്ലേ, അത്യാവശ്യത്തിന് വിളിക്കാലോ. ഒരു കത്ത് വായിക്കുന്ന രസം ഫോണിൽ പറഞ്ഞാൽ കിട്ടുമോ? രാധയുടെ കത്തിൽ മുമ്പൊക്കെ പൂച്ച പറ്റതും പായസം വെച്ചതും ഒക്കെ ഉണ്ടാവും. കേശു ഓഫീസിലെ കുരിഷ്ടുകളും കള്ളത്തരങ്ങളും ഒക്കെ വിസ്തരിച്ചെഴുതും. ചായ കുടിച്ചിട്ട് പോയാൽ മതി രാമൂട്ടി. ഏത് ഭാഗത്താ മതിലിയാടുന്നതെന്ന് അറിയണല്ലോ. ഉപദ്രവം തന്നെ എന്നും. കുട്ടികള് പറയണ പോലെ പെട്ട വിലക്ക് കൊടുത്തിട്ട് അവരുടെ ആരുടെങ്കിലും കൂടെ പോയിരുന്നാലോ എന്ന് ഇടയ്ക്ക് തോന്നും. ആവശ്യക്കാർ പലരും ഉണ്ട്. അസല് വില കിട്ടും. പറയേണ്ട താമസം. നിക്കട്ടെ, അത്രയ്ക്ക് ആയിട്ടില്ല. അറ്റ കൈക്ക് അതും വേണ്ടി വരുന്ന ഞാൻ പറഞ്ഞത്. രാമൻകുട്ടി വരൂ. ചായ വേണ്ട, 10-20 വീട് കൂടി കയറാനുണ്ട്. ഇങ്ങോട്ട് വാ. ഇത് ജാനുവിടെ വീട്ടിൽ കൊടുക്ക. ഒന്ന് കത്ത, ഒന്ന് ഇൻഷുറൻസ് കടലാസാ തോന്നുന്നു. വഴിക്ക് എവിടെയും കളയരുത്. ഇവൻ ഏതാ? സഹായത്തോട് പെൺകുട്ടിയെ വേണമെന്ന് ജാനുമ്മ കുറെ ദിവസമായി പറയണു. കിട്ടണ്ടേ? ഇവിടെയും പുറം പണിക്ക് സ്ഥിരമായിട്ടൊരാളില്ല. അങ്ങാടിയിൽ തെണ്ടി നടക്കണ കണ്ടപ്പോ ഞാൻ അവിടെ കൊണ്ടുവന്നാക്കി. പീടിയെ പോവാനെങ്കിലും ഉപകാരം ആവട്ടെ. നന്നായി. ജാനു ബാങ്കിൽ അടിച്ചു വരാൻ പോയാ മാലതി ഒറ്റയ്ക്കാണല്ലോ. അടിച്ചുവാരല്ലേ? നല്ല ശമ്പള. മൂപ്പരുടെ ശുപാർശയാ. നല്ല ഡെപ്പോസിറ്റ് അല്ലേ? അവര് ശുപാർശ തട്ടു. സത്യം പറഞ്ഞാൽ പോസ്റ്റ് ഓഫീസിലെ ഡെലിവറി ഏജന്റിനേക്കാൾ ശമ്പളം ഉണ്ട് അടിച്ചുവാരലിന്. പേരയ്ക്കാവും ഇനി നീ വരികയെന്ന് എനിക്കറിയാം. അമ്മാളോ, വലിയൊരു കള്ളനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാന്ന് വിചാരിച്ച് ഞാൻ കാവലിരുന്നു. നോക്കുമ്പോ ഈ ചക്കന കണ്ണിമാങ്ങ എറിഞ്ഞു വീഴ്ത്തിയതും കക്കരി പൊട്ടിച്ചു ഇവൻ തന്നെ. ഇവനെ ജാനുവിന്റെ അവിടെ പണിക്ക് നിർത്തിയതാ. ഈ പ്രായത്തിലുള്ള കുട്ടികളെ കൊണ്ട് പണിയെടുപ്പിക്കും. അങ്ങാടി പോവാനൊക്കെ പറ്റൂലോ. എന്താ എന്റെ പേര്? കണ്ണൻ. വീട് തെക്കുമുറിയില്ല. ഏത് സ്കൂളിലാ പോണേ? ഇപ്പൊ പോണില്ല. 3 കുറച്ചു ദിവസം പോയി. പിന്നെ വേണ്ടാന്ന് വെച്ചൂല്ലേ? എന്താ സ്കൂളിൽ പോക്ക് നിർത്തിയത്? അവിടെ ഉച്ചക്കഞ്ഞി നിർത്തി. നടന്നോ. മേലാ കക്കരുത്. വെല്ലും വേണച്ചാ പറഞ്ഞാ മതി, ഞാൻ തരും. വേലി പൊളിച്ച് കയറി അതിൽ കൂടെ പിന്നെ ആടും ബൈക്കളും കയറില്ലേ? പറമ്പിൽ കഷ്ടപ്പെട്ട് വളർത്തിയ ചെടികളെ എല്ലാം അവറ്റ് തിന്നില്ലേ?
പേടിക്കണ്ട, ജാനോട് ഞാനൊന്നും പറയുന്നില്ല. നീ അങ്ങാടി പോകുമ്പോ ഇവിടെ വന്ന് അന്വേഷിക്കണം, വല്ലതും വാങ്ങാണ്ടോന്ന്. ആ നീ ഇവിടെ നിക്ക. എവിടെടാ കത്ത്? രാമൻകുട്ടിയേട്ടൻ പറഞ്ഞല്ലോ കത്തുണ്ടെന്ന്. അമ്മ മണ്ണെണ്ണ വാങ്ങാൻ നിന്നെ അന്വേഷിച്ചിരുന്നു. വേഗം ചെല്ല്. അമ്മ ദയ വിചാരിച്ച് നിർത്തിയതാ, പക്ഷെ ഏത് നേരം തെണ്ടി അടക്കും. പ്രായം അതല്ലേ. അപ്പോ തുന്നലിന് പോണില്ലേ മാലതി? ഒരുവിധായി. ഇനി വീട്ടിലിരുന്ന് ചില കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കാൻ അമ്മ പറയണേ. അതിന് കുട്ടികൾ വരണ്ടേ? ഒരു കുട്ടിയെ ഞാൻ തരാം. ദാ കുപ്പായ കൊടുക്ക് തുന്നണതെങ്കിലും പഠിപ്പിച്ചു കൊടുത്താൽ മതി, വലിയ ഉപകാരം. ഞാൻ മേലെടുക്കാൻ കയറിയായി. രാത്രി കഞ്ഞിക്ക് എന്താ കൂട്ടാൻ? ഒരു മെഴുക്കുരട്ടി, കായും പച്ചപ്പയറും ബാക്കിയുണ്ടല്ലോ. ഇങ്ങോട്ട് തരൂ. ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞേ. ഭക്ഷണത്തിന്റെ കാര്യം പറയുമ്പോഴാ പി ഉടനെ അന്നം ബ്രഹ്മ എന്ന ശാസ്ത്രം. എന്താ പറഞ്ഞേ? ഒരു മെഴുക്കുരുട്ടി, ഉച്ചക്കിലത്തെ മോരോ ചൂട്ടാൻ ചെറുതായിട്ടും ചൂടാക്കിക്കോ. 5-6 പപ്പടം ചൂട്ടോ. തേങ്ങ ബാക്കിയില്ലേ? 2 ചെറിയ തേങ്ങാപ്പൂള് പപ്പടത്തിന്റെ കൂടെ അസല. മൂത്ത തേങ്ങയാണ്, ചവയ്ക്കാൻ അണപ്പല് വല്ലതും ബാക്കിയുണ്ടോ? കുഞ്ഞമ്മയ്ക്ക് സന്യാസമൊന്നുമില്ലേ? എങ്ങോട്ടാ? ഓ, അമ്പലത്തിലേക്കായിരിക്കും. ഈ സമയത്ത് വല്ലൊരു അമ്പലത്തിൽ പോവുക സരസ്വതി? അതെന്റെ സൗകര്യമാണ്. അല്ല, അത് ശരിയാണ്. ഏതായാലും പോകുന്ന സ്ഥിതിക്ക് ഞങ്ങളുടെ കാര്യം കൂടെ ഒക്കെ ഒന്ന് ഭഗവാനോട് പറഞ്ഞേക്കണേ. നിങ്ങളുടെ സംസാര രീതിയൊന്നും എനിക്ക് ഇഷ്ടമല്ല, പറഞ്ഞേക്കാം. ഞാൻ ഇന്നുവരെ ഒരു പെണ്ണിന്റെ ഇഷ്ടത്തിന് വേണ്ടി സംസാരിച്ചിട്ടില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിനാണ് സംസാരിക്കുകയാണ്. ഞാൻ അഭിമാനിതനാണ്. ചേച്ചി വേഗം പോയിട്ടുണ്ട്. പിന്നെ വിശേഷിച്ചൊരാൾ ഇവിടെ ഇരിക്കുമ്പോ ഇങ്ങനെ ഇട്ടറിഞ്ഞേച്ച് പോകുന്ന അത്ര മര്യാദയൊന്നും അല്ല കേട്ടോ. തന്നെ ഇവിടുന്ന് ചേച്ചി ഇറക്കി വിടുമോ എന്ന് ഞാൻ ഭയന്നിരുന്നു. ഇതിലൊരു നല്ല പാട്ടുണ്ടായിരുന്നു, അത് കഴിഞ്ഞു ആവും. ഇതില്ല ഞാൻ എന്റെ ഓർമ്മ. താഴമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി. പിന്നെന്താ ഓർമ്മ വരുന്നില്ല. പൂമുഖ കിളിവാതിൽ അടയ്ക്കുകയില്ല. ഗേറ്റ് അടച്ചില്ലേ അമ്മലൂട്ടി? ഉവ്. ഞാൻ നോക്കണം, ഉറപ്പല്ലേ? ഒച്ചോർച്ച് വയ്ക്കൂ. തോട്ടത്തില് പണി കിട്ടിയ കാലത്ത് എല്ലാ ശനിയാഴ്ചയും സിനിമയ്ക്ക് പോകും. അങ്ങോട്ട് ബസ് കിട്ടും, ഇങ്ങോട്ട് വല്ല ലോറിയും കിട്ടില്ലെങ്കിൽ നടക്കന്നെ 10 കഴിയുക. എന്നാലും സിനിമ വിടില്ല. എന്നെ കോട്ടേഴ്സ് കൊണ്ടുപോയ പിന്നെ സിനിമയില്ല, പുറത്തുപോക്കുമില്ല. നാട്ടുകാര് പറഞ്ഞത് വെറുതെ അല്ല. തെക്കിനെടുത്ത പെൺകുട്ടിയെ ഏതോ കാട്ടുമുക്കിലേക്ക് തള്ളിയെന്ന്. അതെ, സിനിമയും കഴിഞ്ഞ് വല്ല ലോറിയും കിട്ടുമെന്ന് നോക്കിയ ഒരു പെങ്കിടാവിനെയും കൊണ്ട് അങ്ങാടിയിൽ നിൽക്കാനേ എന്നെ കിട്ടില്ല. ഇടയ്ക്ക് ജീപ്പ് തരാകുമ്പോ കൊണ്ടുപോയിട്ടില്ലേ? ഇല്ലേ? എന്നും ഇതൊരു നാശമുണ്ടല്ലോ ഇപ്പോ. റാന്തല് കത്തിക്കാം. സിനിമ തുടങ്ങുമ്പോഴാ എന്നൊരു കറണ്ട് പോക്ക്. ഇപ്പൊ എന്ത് സിനിമ? അശോക് കുമാർ, ദിലീപ് കുമാർ, അഭിനയം എന്ന് പറഞ്ഞ അതായിരുന്നു. അവർ രണ്ടാളും കൂടെ സിനിമയ്ക്ക് നമ്മൾ പോയി. നിനക്ക് കഥ മനസ്സിലാവാൻ ഞാൻ കുറുകുറാന്ന് പറഞ്ഞുകൊണ്ടിരുന്നു, ഓർമ്മയുണ്ടോ? ദിലീപ് കുമാർ മത്സരിച്ച് കാളവണ്ടി ഓടിച്ച് ജയിച്ചതല്ലേ? അത് വേറെ. ഞാൻ സിനിമയുടെ പേരിപ്പോ ഓർക്കുന്നില്ല. അന്ന് എനിക്ക് രാധ ഗർഭായിരുന്നു. രാധയെ ഒന്ന് വിളിക്കായിരുന്നു. അവർക്ക് എങ്ങോട്ടും വിളിക്കാലോ. 2 മാസമായി ജയന്റെ കത്തുമില്ല, ഫോണും ഇല്ല. നമ്മുടെ മക്കളിൽ വലിയ ശമ്പളം അവനാന്ന എന്റെ കണക്ക്. പിശുക്കും കൂടുതൽ അവൻ തന്നെയാ. കുവൈറ്റ് എന്നൊക്കെ വിളിക്കാന്ന് പറഞ്ഞാൽ കാശ് അധികാവില്ലേ? അച്ഛന്റെ സ്വഭാവം ചില മക്കൾക്കെങ്കിലും കിട്ടണ്ടേ? എന്താ പറഞ്ഞേ? ഞാൻ പണം സൂക്ഷിച്ച് ചെലവാക്കൂ, അത് പിശുക്കല്ല. സ്വിച്ച് ഓഫ് ആയിക്കോ, എപ്പോഴാ കണ്ടുവരാന്നറിയില്ല. പിന്നെ രാവിലേക്ക് എന്താ? ഉപ്പുമാവും പഴവും. ഉച്ചയ്ക്കോ? അത് രാവിലെ ആലോചിച്ചാ പോരെ? കെട്ടിത്തൂക്കിയെന്നൊരു വെള്ളരിക്ക് എടുക്കാം. ഒക്കെ ചെലവാക്കണം, അല്ലെങ്കിൽ കെടാൻ തുടങ്ങും. മൂത്ത വാങ്ങിയില്ല. ചക്കക്കുരുണ്ടല്ലോ. ഒരു പുളിങ്കറി, ചീരയുടെ ഒരു ഉപ്പേരി, ഒരു ഇഞ്ചിത്തൈര്. ഇഞ്ചി പാകത്തിന് വെന്താലേ രുചി ഉണ്ടാവൂ, അത് ഓർമ്മയുണ്ടാവണം. ദഹനപ്പണിക്ക് ഇപ്പോഴും പോവാലോ, നല്ല വരായേ ഉണ്ടാവും. വെപ്പുപണി അത്ര മോശ, അതൊരു ശാസ്ത്ര. പിന്നെ കൈപുണ്യം, അത് നിനക്ക് എങ്ങനെയോ ആസാരം കിട്ടിയിട്ടുണ്ട്. ഒരു ശാപ്പാട്ട് രാമന് 49 കൊല്ലം വെച്ച് വിളമ്പിയ കുറച്ചൊക്കെ കിട്ടാണ്ടിരിക്കില്ലല്ലോ. ആലൂരിന് എനിക്ക് വന്ന ആലോചന കാലത്ത് കേട്ടിരുന്നു, അകത്തും പുറത്തും പണിക്കാര്, മാലയപ്പുറത്ത് രാജപഥയിൽ ഇരുന്നാ മതിയെന്നൊക്കെ. എന്റെ യോഗം ഇതായിരിക്കും, എന്നും അടുക്കളയിൽ തന്നെ.
വല്ലാത്തൊരു നെഞ്ചെരിച്ചല്. മാങ്ങാക്കറി അധികം കഴിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ. അഷ്ടചൂർണവും മോരും ഞാൻ സന്ധ്യയ്ക്കേ കൊണ്ടെന്ന് വെച്ചത് വെറുതെ അല്ല. കിടന്നോളൂ, 5 മിനിറ്റ് കഴിയുമ്പോ ശരിയാവും. സാരല്ല, ഇപ്പൊ മാറും. നീ കിടന്നോ. കണ്ണ, ഇതിനെ ഒന്ന് അങ്ങോട്ട് കൊണ്ടുപോയി കെട്ടെ. 1.5 നാഴി കറന്നാ പിന്നെ ബാക്കിയുള്ളൊക്കെ നിനക്ക് കുടിക്കാൻ തന്നെയാ. നിന്റെ വീട്ടിലാരുമില്ലേ? അച്ഛനില്ലേ? അച്ഛനെന്താ പണി? ചിലപ്പോ കല്ല് വെട്ടാൻ പോവും. അമ്മയില്ലേ? പിന്നെ ആരാ ഉള്ളത്? ഇളാമ്മ. നീ എന്തിനാ അങ്ങാടിയിൽ തെണ്ടി നടക്കണേ? ഇളാമ്മ ഏത് നേരവും തല്ലും, രാത്രി അച്ഛനും തല്ലും. മാളൂട്ടി, ഇന്ന് ചായ ഒന്നുമില്ലേ? ഇപ്പൊ കറന്നിട്ടേ ഉള്ളൂ. ആ, നീയാണോ? ഒന്ന് പിടിക്കൂ. നീയും കൃഷിപ്പണിക്ക് നിൽക്കുകയാണോ? പോയിക്കോ, ജാനുവിന്റെ അവിടെ വല്ല പണിയുണ്ടാവും. ചെറിയ കുട്ടികൾ സ്കൂളിൽ പോവാതെ ഇവനെ അടുത്തോലെ ഏഴ്സന്റെ സ്കൂളിൽ ചേർക്കാൻ പറയൂ ജാനുവിനോട്. പരീക്ഷ വെച്ചിട്ടൊക്കെ എടുക്കൂ, പഴയ മാതിരി അല്ല. നീ ദിവസേന 3 മണിക്ക് വാ. അപ്പോഴേക്കും ജാനു പണി കഴിഞ്ഞെത്തൂലോ. ഊണ് കഴിഞ്ഞൊന്ന് മയങ്ങി നീറ്റാ ഇവന് ക്ലാസ്. വേണമെങ്കിൽ നിനക്കും ഇരിക്കാം, അങ്ങനെങ്കിലും 4 ലക്ഷം പഠിക്കാലോ. ഞാനേ മെട്രിക്കുലേഷൻ ജയിച്ചതാ. എന്റെ സ്കൂളിൽ ഞാനായിരുന്നു ഫസ്റ്റ്, അതറിയോ? ഓ, നിന്റെ ഇല മുഴുവൻ പുഴു തിന്നൂല്ലേ? ആ, പേടിക്കണ്ട, അതിനുള്ള മരുന്നിന്റെ അടുത്ത്. ആ, കേശുവിനും ഇവനും ഒരേ പ്രായ. എടാ കേശവൻകുട്ടി, കഴിഞ്ഞ മാസം നീ 11 തേങ്ങ തന്നത്, അതൊന്നും പോരാട്ടോ. പച്ചക്കറികളൊക്കെ എത്ര വേഗാ വലുതാണത്. പലരും പറമ്പിൽ വരണതല്ലേ, കണ്ണു തട്ടാണ്ടിരുന്നാ മതി. നമുക്കൊരു നോക്കൂത്തി ഉണ്ടാക്കി വെച്ചാലോ? അതെ, നീ ആ പഴയ കറുത്ത സാരിയില്ലേ, അത് ചുറ്റി ഇതിന്റെ ഇടയിൽ കൂടെ 4 ചാല് നടന്നാ മതി, പിന്നെ കണ്ണു തട്ടില്ല. ആ, അയ്യോ, പറയുന്ന ആള് കണ്ണാടി നോക്കാറില്ലേ? എന്താ സൗന്ദര്യം! ചിലർക്ക് പ്രായമാകുമ്പോ ശ്രീത്വം കൂടും. ദിലീപ് കുമാർ ഇന്നലെ ടിവിയിൽ കണ്ടില്ലേ? എന്ത് രസാ കാണാൻ. ഇത് രുദ്രാക്ഷം പോലെ ഉണങ്ങി. ആണിന് സൗന്ദര്യം എല്ലാ കാര്യം പൗരുഷ. എന്റെ പ്രായത്തിന് ഇത്രയും പണിയെടുക്കുന്ന ഒരാളുണ്ടോ ഈ പ്രദേശത്ത്? അപ്പോ 360 അല്ലേ പോലീസേ? ഓ, കഴിഞ്ഞ മാസത്തേക്കാൾ മോശമാണല്ലോ. നാടടച്ച് മോശം. ചെറുകായ കൊറേ ഉണ്ടല്ലോ, കൊടുക്കണോ? നല്ല വിലയുണ്ട് ഇപ്പോ. വേണ്ട, 5-6 കൊല്ലല്ലേ ഉള്ളൂ. വീട്ടാവശ്യത്തിന് ഇരിക്കട്ടെ, കഴിപ്പിക്കാം, കുട്ടാൻ വെക്കാം. ഇതാരാ വന്നിരിക്കണേ? ഉണ്ടാവില്ലെന്ന് സംശയിച്ചു. വേറെ എവിടെ പോവാൻ? വരിക അമ്മളുട്ടി, ആരാ വന്നിരിക്കണ നോക്കൂ. ആ, ഇരിക്ക. എന്റെ കൂടെ 26 കൊല്ലം പണിയെടുത്തൊരു ചങ്ങാതിയായി വന്നിരിക്കണേ. നമസ്കാരം. ഇറച്ചിയോ മീനോ വല്ലതും വാങ്ങി കൊടുത്തേക്കണോ? വിരുന്നുകാരുള്ളതല്ലേ. വേണ്ട, ഒരു സാധനം കഴിക്കാൻ വയ്യ. ദഹനില്ല, ഗ്യാസ്. എന്നാ ഞാനങ്ങടെ നിക്ക. ഗോവിന്ദേട്ടനോ വരും എഴുതിയിരുന്നെങ്കിലും ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ എന്താ കുടിക്കാടുക്കേണ്ടത്? മോരും വെള്ളം വേണോ, ചായ വേണോ? തിരക്കില്ല. 11 കൊല്ലം മുമ്പ് വന്നതാ ഇവിടെ. ആദ്യം ചായ വരട്ടെ.
രാത്രിക്ക് വേണ്ടത് ഞാൻ വിസ്തരിച്ചൊന്ന് ആലോചിച്ചിട്ട് പിന്നെ പറയാം. വഴി കണ്ടുപിടിക്കാൻ പ്രയാസമായോ? ഹേയ് ഇടോ ഈ റോഡായി ആ മാറ്റേ ഉള്ളൂ. കുട്ടികൾ വരുമ്പോ മുറ്റം വരപ്പ കാറ് വരും. ഉം. ആ മാളൂട്ടി, അവന്റെ കണക്ക് ചെറിയൊരു തെറ്റുണ്ട്. പിന്നെ അത് മറക്കും. പോരാ. ഉം. പഴയ ആൾക്കാരൊക്കെ ഒന്ന് കാണണമെന്ന് തോന്നും. യാത്ര ചെയ്യാൻ മടി. ഇപ്പൊ എവിടെയാണ്? തറവാട്ടിലെന്നല്ലേ എഴുതിയിരുന്നേ? മക്കളുടെ അടുത്ത് മാറി മാറി നിൽക്കും. പിന്നെ കുറച്ച് ദിവസം വീട്ടിൽ വരും. അവിടെ ആരാ സഹായത്തിന്? അവിടെ വകയിലുള്ള ഒരു മരുവോളും കുട്ടികളും ഉണ്ട്. ഞാൻ എന്തെങ്കിലും എഴുതി വെക്കുന്ന ഒറ്റ വിചാരം കൊണ്ട് നിൽക്കുക. മുറുക്കില്ലോപ്പോഴും തോട്ടത്തിൽ അസല് വെറ്റിലുണ്ട്. വേണ്ട, ആ, ഇവിടെ തന്നെ നിൽക്കുക. എവിടെ ചായ? ഇപ്പൊ കൊണ്ടുവരാം. ആ, അനന്ത സൂപ്രണ്ടും പോയില്ലേ? കഴിഞ്ഞ കൊല്ലം മൂകാംബിയിൽ പോണ വഴിക്ക് ആ. കണ്ണൂർ ഇറങ്ങി. പോയി കണ്ടു. തീരെ കടപ്പായിരുന്നു. എന്നെ കണ്ടപ്പോ കരഞ്ഞു. 3 മാസം കിടന്നു പാവം. അതാ കഷ്ടം. നോക്കാൻ ആരും ഉണ്ടായിരുന്നില്ലല്ലോ. ഇവിടെ ദാക്ഷായണിയുടെ കാര്യം ഞങ്ങൾ പറയാത്ത ദിവസമില്ല. 3 ദിവസം. ഡോക്ടർമാർ കൂടി അത്ര ഗൗരവത്തിലെടുത്തില്ല. കഫക്കെട്ടും പനിയും ഇടയ്ക്ക് വരണതല്ലേ. ഒക്കെ വിധിയാണ് കോയിനേട്ടാ. ആ വഴിക്ക് വരണമെന്ന് ഞങ്ങൾ ഇടയ്ക്ക് പറയും. വിട്ടു നിൽക്കാൻ ബുദ്ധിമുട്ടാ. ഇവിടത്തെ കൃഷിയൊക്കെ ഇല്ലേ, കുട്ടികൾക്കൊന്നും അത്ര ഇഷ്ടമല്ല. ഞങ്ങൾ അവിടെ എവിടെയെങ്കിലും താമസിക്കണമെന്നാ അവരുടെ നിർബന്ധം. ഇവിടെ ചായ വേണ്ട. ചായ അധികമായ പിന്നെ ഭക്ഷണത്തിന് രുചി ഉണ്ടാവില്ല. ഉം. വിലയുള്ളത് കടിക്കാൻ കുറച്ച് പ്രയാസ. എനിക്ക് അത്രയ്ക്കായിട്ടില്ല. അണക്കിലെ പല്ലൊക്കെ അപകട. എന്നാലും കഷ്ടിയൊപ്പിക്കും. കിടപ്പിലാവണേന് മുമ്പ് കാശി രാമേശ്വരം ഗോകർണം ഒക്കെ ഒന്ന് പോണം എന്നൊരാഗ്രഹം റിട്ടയർ ചെയ്ത മുതൽക്ക് ദാക്ഷായണി പറയാൻ തുടങ്ങിയതായിരുന്നു. നടന്നില്ല. പുണ്യസ്ഥലങ്ങളിലൊക്കെ പോണെന്ന് ഞാനും വിചാരിക്കും. ഇവിടെയുള്ള ആൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇഷ്ടമല്ല. ഇവിടെ തന്നെ. അമ്മാളുട്ടി, ഈ കാശി രാമേശ്വരം എന്നൊക്കെ പറഞ്ഞ ശിവനാ പ്രതിഷ്ഠ. ഇവിടത്തെ അമ്പലത്തിലും ശിവനാ. എവിടെ പ്രാർത്ഥിച്ചാലും ഫലമൊന്നല്ലേ. പിന്നെ നാട് കാണാനാന്ന് വെച്ചാ വയസ്സുകാലത്ത് വല്ല ദിക്കിലും ചെന്ന് വീഴ്ചയായാലേ. കുറുപ്പിന് ഒട്ടും പ്രായം ബാധിച്ചിട്ടില്ല. 74 എന്ന് ആരും പറയില്ല. ഉം. കമ്പനി കൽക്കത്തക്കാര് വാങ്ങിയ പിന്നെ ഒക്കെ മോശാന്നാ കേക്കണ. ഫിലിപ്പാ ഇപ്പൊ ഗ്രൂപ്പ് മാനേജർ. ഒരു ചെക്കന് ഞാനൊരു കത്ത് കൊടുത്തു. മടിച്ചിട്ടാ എഴുതി. എന്തോ ഫിലിപ്പ് ഫീൽഡ് ഒരു പണി കൊടുത്തു. ഞാനൊരു താങ്ക്സ് വിസ്തരിച്ചെഴുതി. ബാലസുബ്രഹ്മണ്യം റിട്ടയർ ചെയ്ത പിന്നെ വീണ്ടും ഒരു കല്യാണം കഴിച്ച കഥ കേട്ടുവോ? മക്കള് 3 അമേരിക്കയില്. ഒറ്റയ്ക്കാവുമ്പോ ആരെങ്കിലും തുണ വേണ്ടേ? ചെയ്തതിൽ എന്താ തെറ്റ്? ശരിയാ, ഒറ്റയ്ക്കാവുമ്പോഴത്തെ വിഷമം അറിയുന്നുണ്ട്. മിണ്ടി പറഞ്ഞിരിക്കാൻ ഒരാളും കൂടി ഇല്ലാച്ചാളുടെ കഥ പറയും വേണ്ട. വല്യമ്മേ, അവിടെ അയലക്കറി വെച്ചിട്ടുണ്ട്, കുറച്ച് കൊണ്ടുവരട്ടെ? ഇതൊക്കെ മതി. ഗോയിനേട്ടൻ അധികമൊന്നും കഴിക്കില്ല. ഗോയിനേട്ടന്റെ ഭാര്യ എന്ത് നല്ല സ്വഭാവമായിരുന്നു. എല്ലാ ഞായറാഴ്ച അവിടെ സദ്യ, വിരുന്ന്. ഞങ്ങളുടെ കുട്ടികളെ അവരുടെ ക്വാർട്ടേഴ്സിൽ നിന്ന് പോന്ന നേരല്ല. മീൻ വറുത്ത് അയച്ചാൽ എടുത്തോളോ. ഇപ്പോ ഒരു സിഗരറ്റ് വലിക്കാൻ തോന്നുന്നുണ്ട്. തുടങ്ങിയോ? ഇടയ്ക്ക് വല്ലപ്പോഴും. ഉം. പഴയ ഓർമ്മയിലേ അധികം എടുക്കണ്ടാട്ടോ. പേടിക്കണ്ട, പാട്ടും സതിരൊന്നും ഉണ്ടാവില്ല. ഞാനിതൊന്നും പതിവില്ല അവിടെ. ഞാനും വല്ലപ്പോഴും മാത്രമേ ഉള്ളൂ. എന്റെ ഇപ്പോഴത്തെ അവസ്ഥ പറഞ്ഞ പണത്തിന് ബുദ്ധിമുട്ടില്ല. മക്കളൊക്കെ നല്ല സ്ഥിതിയില്. എന്നാലും ഒറ്റയ്ക്കാവുമ്പോ ആകെ ഒരു വിഷമം. കുറുപ്പ് അക്കാര്യത്തിൽ ഭാഗ്യവാനാ. അമ്മാളും അമ്മയ്ക്ക് ഒരു മാറ്റവും വന്നിട്ടില്ല. ദൈവാനുഗ്രഹം
49 കൊല്ലം എന്റെ ചീത്ത, വഴക്ക്, ഭ്രാന്ത് ഇതെല്ലാം സഹിച്ചുകൊണ്ട് 49 കൊല്ലം ഇതിനെ ശരിക്കും തൊഴണം. അടുത്ത കൊല്ലം ഗോൾഡൻ വെഡ്ഡിങ് ആഘോഷിക്കണം കുറുപ്പേ. മക്കള്, പേരക്കുട്ടികള് ഒക്കെ വരട്ടെ. എന്റെ കുട്ടികളും വരും. നിർബന്ധമായിട്ടും വരണം എന്ന് ഞാൻ പറയും. നമുക്ക് പൊടി പൂരാക്കണം കുറുപ്പേ. പക്ഷേ ദാക്ഷായണി ഒരാളില്ലാത്ത കുറവുണ്ടാവും. മൂപ്പത്തിയാരുണ്ടായിരുന്നെങ്കിൽ ഇത് പറയേണ്ട താമസം, ശ്രമം ഇപ്പോഴേ തുടങ്ങി. കത്ത്, കമ്പി, ബഹളം. ആ പ്രസരിപ്പൊന്നും അമ്മാളൂട്ടിക്കില്ല. ഇതൊരു പാവാ. പക്ഷെ നല്ല കാര്യപ്രാപ്തി. അവരുടെ കൺട്രോൾ കൊണ്ടല്ലേ കുറുപ്പേ നിങ്ങൾ ഈ നിലയിലൊക്കെ ആയത്. ആ ശരിയാണ്. പഴയത് പലതും ഇടയ്ക്ക് ഓർമ്മ വരും. സ്റ്റാഫ് ക്ലബിന്റെ വാർഷികത്തിന് ദാക്ഷാണിയുടെ കച്ചേരി, എന്റെ ഓട്ടം തുള്ളല്, നമ്മുടെ കുട്ടികളെ ഫാൻസി ഡ്രസ്. അതൊരു കാലം. മാനസ സഞ്ചരരേ രമണി, മാനസ സഞ്ചരരേ രമണി, മാനസ സഞ്ചരരേ മാനസ സഞ്ചരരേ രമണി, മാനസ സഞ്ചരരേ മാനസ സഞ്ചരരേ പാരി പാരി പാ മപ 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 മാനസ സഞ്ചരരേ ബ്രഹ്മണി, മാനസ. ഭാഗത്തിൽ എനിക്ക് കിട്ടിയ സ്ഥലം അത്. തറവാട ഏറ്റെടുത്തല്ലോ. എന്റെ അധ്വാനം കൊണ്ടാ ഗോവിനേട്ട ഇതൊരു തോട്ടായത്. ഇതിൽ നിന്നുള്ള വരായ തന്നെ മതിയിലോ കുറുപ്പിന്. ഇപ്പോഴും രാവിലെയും വൈകുന്നേരം ഞാൻ പണിയെടുക്കും. തോട്ടം കളയ്ക്കും വേലിപ്പണിക്കും മാത്രമേ പുറമക്കാരെ വിളിക്കൂ. എന്തെങ്കിലും ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ആ ഗോവിനേട്ട തൂക്കിടെ ഓരോന്നായിട്ട് വരിക. അവിടെയും ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. പക്ഷെ ഒന്നിനും ഒരു ഉത്സാഹമില്ല. ഇന്ന് പോണോ ഗോവിനേട്ട? പോണം. പോകാതെ പറ്റില്ല. ഇനിയും വരും ഞാന്. ഇടയ്ക്ക് പഴയ ആളുകളെ കണ്ട് കുറെ സംസാരിച്ചിരുന്നാൽ തന്നെ ഒരു ഉന്മേഷ. അമ്മാലൂട്ടി, ആ കൊടയും ബാഗും എടുത്തോളൂ. ഗോവിന്ദേട്ടന് ഇന്ന് തന്നെ പോണെന്ന്. ബസ് സ്റ്റോപ്പ് വരെ നടക്കുവോ? ഓട്ടോറിക്ഷ വിളിപ്പിക്കാം. വേണ്ട, നടക്കാം. അത്ര ദൂരല്ലേ ഉള്ളൂ. അപ്പോ അമ്മാളുമ്മേ യാത്ര പറയണില്ല? ഇടയ്ക്ക് വരണം. ഇനി വരുമ്പോ ഒരു 5-6 ദിവസം താമസിക്കാനായി തന്നെ വരൂ. ഓ, രാധയുടെ കത്ത. അവര് പുതിയ വീട്ടിൽ താമസം തുടങ്ങാന്ന്. എന്റെ വിലാസത്തിൽ വന്ന് നീ എങ്ങനെ പൊട്ടിക്കുക? അതിനൊക്കെ ഒരു നിയമല്ലേ? ഈ വയസ്സുകാലത്ത് വല്ല രഹസ്യക്കാരുടെയും കത്ത് വരാനുണ്ടോ? വല്ലാന്താ ഉറപ്പ്? 10 സെന്റ് സ്ഥലം, 3 മുറിയുള്ള വീട്, 1 കൊല്ലം പഴക്കേ ഉള്ളൂ. 10 ലക്ഷം ലാഭല്ലേ? കുട്ടികളിൽ അവൾക്കായിരുന്നു ഒരു വീടില്ലാണ്ടിരുന്നത്. പിന്നെ ഈ വീട് ആർക്കാ? കുട്ടികൾക്കല്ലേ. ഒറ്റയ്ക്കൊറ്റയ്ക്ക് വീട് വേണമെന്ന് വെച്ചാൽ കഷ്ടം തിരിച്ചു കൊടുക്കാന്ന് എല്ലാവരോടും പറഞ്ഞതല്ലേ. ആർക്കും ഇവിടെ വേണ്ട. അവരൊക്കെ ഓരോ സ്ഥലത്ത് പണിയെടുക്കണവരല്ലേ. അവരുടെ കുട്ടികളുടെ പഠിപ്പിന്റെ കാര്യം ആലോചിക്കണ്ടേ? വീട് കൂടുതലൊന്നും പറ്റില്ല. ഒരു ദിവസം പോണം. യാത്രയുടെ കാര്യം ആലോചിക്കുമ്പോഴാ വിഷമം. കേശുവിന്റെ ആദ്യത്തെ വീട്ടിൽ കൂടുതൽ പോലെ ആച്ചാൽ ബുദ്ധിമുട്ടാ. തിരക്ക്, ബഹളം. അവൻ വലിയ കമ്പനിയിലെ മാനേജറല്ലേ. അവന്റെ സെറ്റുകാർ വരും. അപ്പൊ കുറച്ച് കള്ളു വെള്ളും ബഹളം ഉണ്ടാവും. അവർക്കതൊക്കെ ആവശ്യമാണ്. എല്ലാവരും ഒന്ന് ഒഴിയട്ടിച്ച് നമ്മൾ ആ ചെറിയ മുറിയില്. അവൻ അവൾ ഓരോരുത്തരെ എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്നത് ആ വേറൊരു ശല്യം.
അതിലെന്താ തെറ്റ്? ഞാൻ ഷെയ്ക്കൻഡ് കൊടുത്തു, സ്റ്റൈലായിട്ട് സംസാരിച്ചു. ഞാൻ ചെറുപ്പത്തിൽ സാഹിബ്മാരുടെ കൂടെ പണിയെടുത്തതാ. അതിന്റെ മനസ്സൊക്കെ എനിക്കറിയാം. നീ ഇങ്ങനെ അണിഞ്ഞും കുടുങ്ങി നിന്നു. പിന്നെ ഞാൻ കൈപിടിച്ച് കുലുക്കണോ? ആദ്യം തൊഴണം. ഹലോ ഹലോ, നമസ്കാരം, വളരെ സന്തോഷം. ഓ ഓ, ഇത് എത്ര പവനാ കുട്ടി? ഇത് കാഞ്ചീപുരം സാരിയല്ലേ? ഇതേ ഷെയ്ഡിൽ എനിക്കൊരു സാരി ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ പറയണം. കാളിക്കുട്ടിക്ക് സുഖമില്ലാന്ന് ശങ്കരൻ വന്ന് പറഞ്ഞു. സൂക്കടൊന്നുമില്ല. അബ്ദുൾ റഹ്മാന്റെ വീട് പണി തുടങ്ങി. കല്ലി ചുമക്കാൻ പോവാ. നിർത്ത്. കുനിഞ്ഞെങ്കിലും മുറ്റം മുഴുവൻ അടിച്ചാലേ നിന്റെ തണ്ടുവേന പിന്നെയും വരും. നിർത്തിക്കോ. ബാക്കിയൊന്നും സാരില്ല. ഈ മുറ്റടിക്കലും തൊഴുത്ത് വൃത്തിയാക്കലും ഇത് കഴിഞ്ഞിട്ട് പോയാ പോരെ അവക്ക്? നേരത്തെ പോണം. ദൂരത്താ പണി. 70 ഉറുപ്പ്യ കൂലി. മുഴുവൻ അവന്റെ കൈ കൊടുത്താൽ അവൻ തർപ്പണം വെക്കും. അവളുടെ പെണ്ണിനെ ആ, കഴുത്തിലൊരു വട്ടച്ചരടാ. ഇതാ സൂത്രം. ഇങ്ങനെ കണ്ടുപിടിച്ചോ. പഠിക്കാതെ വയ്യല്ലോ. ആലൂരിന്ന് വന്ന ആലോചന അമ്മ വേണ്ടാന്ന് പറഞ്ഞപ്പോ മാറിയില്ലേ എന്റെ തലയിലെഴുത്ത്. അന്തിമയങ്ങി കഴിഞ്ഞാലുടൻ തന്നെ കോന്തി പരക്കുന്നു ഇരുട്ടെങ്ങുമേ. എന്താ കോന്തി പറക്കുന്നല്ല, പൊന്തി പറക്കുന്നു കൂരിട്ടെങ്ങുമേ. പൊന്തി പരക്കുന്നു കൂരിരുട്ടെങ്ങുമേ. കണ്ണടച്ചാലും തുറന്നാലും ആഴിയും വീണമൊപ്പം തന്നെ. എന്തായി വായിക്കണേ? കണ്ണടച്ചാലും തുറന്നാലും ഊഴിയും. അങ്ങനെ കണ്ണടച്ചാലും തുറന്നാലും ഊഴിയും വിണ്ണമൊപ്പം തന്നെ എല്ലാം കരിനിറം രാവിനെ വെട്ട പകൽ പോലെ ആക്കുവാൻ. എന്തൊക്കെയാ നീ വായിക്കണേ? രാവിലെ വെട്ട്. ഇപ്പോഴത്തെ അക്ഷരങ്ങൾ വായിക്കാൻ ഞാൻ ആദ്യം പഠിച്ചുണ്ടാക്കണം. അമ്മാളൂട്ടി, ഉറങ്ങാണോ? ഫോൺ. ഹലോ, ആരെയാ വേണ്ടേ? വല്യച്ഛനോ? വല്യച്ഛൻ പറമ്പില. ഇപ്പൊ വിളിക്കാം. ഫോണിൽ പറയാനൊക്കെ പഠിച്ചൂലടാ. വല്യമ്മയെ കണ്ടില്ല. അപ്പൊ ഞാൻ ഞാൻ തോട്ടത്തിലായിരുന്നു. ഇത്ര ദൂരൊക്കെ യാത്ര ചെയ്യാതെ വെച്ചാ വരണമെന്ന് മോഹമില്ലാന്നിട്ടല്ല രാധേ. രവി, ഒരു ദിവസം വരാം. ഒരു കാർ അയക്കണതൊക്കെ വെറുതെ ദുശ്ശലവല്ലേ? നിങ്ങളെ സൗകര്യം ചെയ്യാ. അങ്ങോട്ട് പറയാം. അമ്മാലൂട്ടി, രവി കാർ അയക്കണോന്ന്. എവിടെ ഉള്ളത്? മാലൂട്ടി, അമ്മാലൂട്ടി. മൂപ്പത്തിയാര് ഈ വഴിക്കൊറ്റ വന്നു. അപ്പുറത്തുണ്ട് മാലതിയുടെ അടുത്ത്. വിളിക്കാം. വേണ്ട 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 വേണ്ട. അർബൻ ബാങ്കുകാർ ശമ്പളം കൂട്ടിയില്ലേ? ഇപ്പൊ 1300 കിട്ടും. പാർട്ട് ടൈമല്ലേ, തെറ്റില്ല. അതുകൊണ്ട് നിത്യച്ചെലവിന് കഷ്ടപ്പാടില്ല. ഇനി ഈ പെണ്ണിനെ ഒരു വഴിക്ക് അയക്കുന്ന കാര്യം ആലോചിക്കുമ്പോഴാ. കഴിഞ്ഞു. അടച്ചോ. പൈക്കൾക്ക് വെള്ളം കൊടുക്കാൻ മറക്കണ്ട.
വീട്ടിലും പറമ്പിലും ഒക്കെ ഒരു നോട്ടം വേട്ടോ മാലതി. വൈകുന്നേരം 7 മണി ഇവിടെ ഉണ്ടാവണം. ഫോൺ അടിച്ചെടുത്തോ, മാലതി ചേച്ചി തുറന്നു തരും. മനസ്സിലായോ? ഉം. 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 കേറിക്കോ. രാധേർത്തിയുടെ കാറ് മാറ്റിയെന്ന് തോന്നുന്നു. കഴിഞ്ഞ കൊല്ലം വന്നത് വെളുത്ത മാരുതിയിലാ. മോളില് 2 ബെഡ്റൂം അല്ലേ? ആ, താഴെ അവിടെ ഒരു ബെഡ്റൂം, അവിടെ ചെറിയൊരു പൂജാമുറി, ഓ, അത് ഓഫീസ് മുറി പോലെ. ഓഹോ. അവിടെയാണ് കമ്പ്യൂട്ടർ. അച്ഛനും മോളും എപ്പോഴും അവിടെയാണ് അഭ്യാസ. ഇന്നും നാളെ എനിക്ക് ലീവാ. അച്ഛനും അമ്മയ്ക്കും വല്ല ചെക്കപ്പോ മറ്റോ വേണമെങ്കിൽ ആവാം. തൊട്ടടുത്ത നല്ല ആശുപത്രി ഉണ്ട്, പരിചയമുള്ള നല്ല ഡോക്ടർമാരും ഉണ്ട്. അതിന് ഞങ്ങക്ക് യാതൊരു അസുഖവുമില്ല. ലേഖ കണ്ടില്ലല്ലോ. അവള് തിരുവനന്തപുരത്ത് ഹോസ്റ്റലല്ലേ അച്ഛാ? ഓ, എഞ്ചിനീയറിംഗിനാണല്ലോ കിട്ടിയത്. സ്ഥലമൊക്കെ ധാരാളം അല്ലേ? ഓഹോ, കിഴക്കോട്ട മുഖം ഐശ്വര്യമുള്ള സ്ഥല. അവര് താമസിക്കണമെന്ന് വെച്ചിട്ട് ഉണ്ടാക്കിയതാ. അപ്പോഴാ കാനഡയിൽ നല്ലൊരു ഓഫർ വന്നത്. എന്റെ ഫ്രണ്ട്സ് തന്നെയാ. അച്ഛൻ കുറച്ചേരം റെസ്റ്റ് എടുത്തോട്ടെ അമ്മേ. 4 മണിക്കൂർ കാറിലിരുന്നല്ലേ, അവിടെ വിരിച്ചിട്ടിട്ടുണ്ട്. ആ, കുഴമ്പ് പെരട്ടണോ? എടുത്തിട്ടുണ്ട്. ഏയ് സാരില്ല. ബസ്സിലും കാറിലും അധികം നേരം ഇരുന്ന എപ്പോഴും അങ്ങനെയാ. ഞാൻ അടുക്കളയിൽ ഒന്ന് നോക്കട്ടെ. അടുക്കള അസലായിട്ടുണ്ട്, നല്ല വിസ്താരം. 4 പാത്രത്തിൽ ഒരേ സമയത്ത് വെക്കാം. എരിവ് അധികം ഇല്ലല്ലോ? ഏയ്. അമ്മ ഇങ്ങോട്ട് വരൂ, ഒക്കെ ശാന്തമ്മ നോയിക്കോളും. അസലായി വെക്കും. പക്ഷെ ഞാൻ കൂടെ അടുക്കള കയറുന്നത് ഇഷ്ടല്ല. ശമ്പളം എത്രയെന്നറിയോ? 1200. ഉണ്ണാൻ 1 മണിയാവുന്നാ തോന്നണ. വയറ് കാളുണ്ടോ? നേരത്തെ കഴിച്ചതല്ലേ? സാരില്ല, തിരക്ക് കൂട്ടണ്ട. അവരെ ചിട്ടയിൽ പോട്ടെ. അമ്മേ, ഒക്കെ ആയിരിക്കണു. രവിയേട്ടൻ നിന്ന് കുളിച്ചു വന്നോട്ടെ. ഓ, എല്ലാരും കൂടി ഇരിക്കാലോ. അമ്മാലൂട്ടി, രവിയുടെ കുളി കഴിഞ്ഞില്ലാവോ? നേരം റെഡി. അച്ഛന് നേരം തെറ്റിന്നറിയാം. ശാന്തം ഇന്ന് വരാൻ കുറച്ച് വൈകി. എനിക്ക് കഴിക്കച്ചാ. അച്ഛന് 70 വയ്യ. ഇവിടെ രവിയേട്ടന് എരിവ് ജാസ്തിയാ. ശാന്തമ്മയോട് പറയാം. ഇനി ശ്രദ്ധിച്ചോളാം. മറ്റന്നാളത്തെ പോക്കെങ്ങനെ രവി? മറ്റന്നാളോ? മറ്റന്നാള് രവിയേട്ടന്റെ പിറന്നാളാ. ഒരാഴ്ച ഇവിടെ നിന്നിട്ട് പോവാം. എന്തിനാത്ര ധൃതി പിടിച്ചു പോണേ? അവിടെ തോട്ടത്തിൽ ചെറിയ പണികളുണ്ടല്ലോ. ഞാൻ പറയാച്ചാ, അച്ഛനും അമ്മയും സ്ഥിരമായിട്ട് ഇവിടെ താമസിക്കാൻ നല്ലത്. ഇടയ്ക്ക് അവിടെ നിന്ന് പോയി നോക്കുക. ഒരു കാര്യസ്ഥന് വെച്ചാ പോരെ അവിടെ. ഞാനൊന്ന് ചോദിക്കട്ടെ അച്ഛാ, ഒരു സൂക്കേട് വന്നാ നല്ലൊരു ഡോക്ടറെ കാണാൻ എവിടെ പോണം? ഇതുവരെ അങ്ങനെ സൂക്കടൊന്നും വന്നിട്ടില്ല. വരുമ്പോഴല്ലേ? ഞാനത് മറന്നു. 2 വീട് അപ്പുറം അച്ഛനെ അറിയണ ഒരു സ്ത്രീയുണ്ട്. ഞങ്ങൾ വീട് നോക്കാൻ വന്നപ്പോ അവിടെ വെറുതെ ഒന്ന് കേറി. പറഞ്ഞു വന്നപ്പോ വലിയ കാര്യായി. അച്ഛൻ മുമ്പ് പാലക്കാട് ഉണ്ടായിരുന്നില്ലേ കുറച്ചു കാലം? 6 മാസം എസ്റ്റേറ്റിൽ ജോലി കിട്ടുന്നതിന് മുമ്പ്. എന്നാലേ അച്ഛൻ താമസിച്ചിരുന്നത് അവരുടെ ഒരു ലൈൻ മുറിയിലായിരുന്നു. ചിന്നമണിയാണോ?
അവര് തന്നെ, ചിന്നമണിയമ്മ. തൊട്ടടുത്തായിരുന്നു അത്ര അവരുടെ വീട്. വരണോന്ന് പറഞ്ഞപ്പോ അവര് കാണണോന്ന് പ്രത്യേകം പറഞ്ഞു. മക്കളും കുട്ടികളും ഇല്ല. അനിയത്തിയുടെ വീടാ അത്. എത്ര കാലം മുമ്പാ അവരിവിടെയെന്ന് പറഞ്ഞപ്പോ അത്ഭുതം. ചിന്നമണി, പാറക്കിലെ ചിന്നമണി. എന്താ ചോറിന്റെ മുമ്പിൽ അന്തം വിട്ടിരിക്കുന്നത്? കഴിക്കൂ. ഏ? എന്തിനാ ഇക്കണ്ട വിഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കണത്? ചിന്നമണിയോട് എപ്പോഴാ വരാൻ പറയണ്ടേ? ഉം? ആ, പറയാം. ചിന്നമണി എന്ന് കേട്ടപ്പോ ആ കാലം ഓർമ്മ വന്നു. എന്തൊരു സൗന്ദര്യായിരുന്നു. നല്ല നിറം, അസല് പൊക്കം, മുടി രണ്ടായി പിന്നിട്ടിട്ടാ നടക്കുക. ശബ്ദത്തിനൊരു ചെറിയ ചലമ്പിച്ചുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു ഓമനത്തുണ്ടായിരുന്നു. ഭയങ്കര കമ്പായിരുന്നു അല്ലേ? സത്യത്തിൽ ഭയങ്കര കമ്പം. ഇങ്ങോട്ട് എന്നോടും കുറച്ച് കമ്പായിരുന്നു എന്ന് കൂട്ടിക്കോ. അതെങ്ങനെ അറിഞ്ഞു? ഒരു കത്ത്. കത്ത്? പിന്നെ ചിരിക്കണ്ട. കത്തിടപാട് കുറെ കഴിഞ്ഞപ്പോ ആളില്ലാത്ത നേരം നോക്കി വിളിച്ചിട്ടും ഉണ്ടാവും ഇല്ലേ? എല്ലാം പറഞ്ഞോളൂ. Ghee makes your teeth and bones strong. Parle-G contains vitamins. It's a healthy addition to your daily diet. ഞാൻ കിടക്കട്ടെ കുട്ടികളെ. കിടന്നോളൂ അച്ഛാ. കുടിക്കാൻ വെള്ളമൊക്കെ ഞാൻ വച്ചിട്ടുണ്ട്. ആ, ഉം. എരിവ് കൂടിയെന്ന് ഉച്ചയ്ക്ക് പറഞ്ഞപ്പോ രാത്രി ഒന്നിനും എരിവുമില്ല, പുളിയില്ല. ആ, 10 ലക്ഷത്തിന് ഇത് ലാഭാന്നാ എന്റെ നോട്ടം. കൃഷ്ണ ഗുരുവായൂരപ്പ, ഇവിടെ ഭൂമിക്കൊക്കെ ഭയങ്കര വിലയല്ലേ? പിന്നെ അമ്മലൂട്ടി, ഉറക്കായോ? ഇന്നലെ പറഞ്ഞില്ലേ ചിന്നമണിയമ്മ, അവരാ ഇത്. ആ, വരാ വരാ. അമ്മയും അച്ഛനും വന്നു അറിഞ്ഞു. ഒരു ചായ കുടിച്ചിട്ട് പോവാ. അയ്യോ, ഇപ്പൊ കേറുന്നില്ല. ചെന്നിട്ട് വേണം പലഹാരപ്പണി. ഏടത്തി, ഇതാ അപ്പുറത്തെ രാധയുടെ അമ്മ. അച്ഛൻ വന്നില്ലേ? ഉവ്വ്, ഞങ്ങളിന്ന് അമ്പലത്തിൽ പോയതാ. ഇരുന്നാ പിന്നെ എണീക്കാൻ കഷ്ടം. തണ്ടലിനാ കുഴപ്പം. താരയും പിഴിച്ചിലും ഒക്കെ ചെയ്തു. അതുകൊണ്ടാ ഇതും വെച്ച് വീട്ടിനകത്ത് കഷ്ടി നടക്കാറായത്. ഇത് പ്രസാദാണ്. രാധയുടെ അച്ഛൻ വന്ന് കാണും. ഇപ്പൊ കേറണില്ല. ഭർത്താവ് അതിന്റെ പണ്ടവും പണവും സ്വത്തും ഒക്കെ നശിപ്പിച്ചു. കോയമ്പത്തൂര് ബിസിനസ് തുടങ്ങാന്നും പറഞ്ഞ് ഒറ്റ പോക്ക്. പിന്നെ വന്നില്ല. കഷ്ടം. അനുജത്തി മക്കള് ശരിക്കും നോക്കണുണ്ട്. അതുകൊണ്ട് കഷ്ടപ്പാടില്ല. പുറത്തൊന്നും ഇറങ്ങണില്ലേ? ഇല്ല. ഇവിടുന്ന് 2ാമത്തെ പടിയാണ്. ഒന്ന് പോയി കണ്ടോളൂ. ആരെ? ആ ചിന്നമണിയമ്മേ. എന്തിനാ, പിന്നെ തുടങ്ങാലോ അല്ലേ? ചെറുപ്പത്തിലൊരു ഇടകളൊക്കെ ഉണ്ടായി. സത്യം പറഞ്ഞു. അങ്ങനെ ആർക്കാ ഉണ്ടാവാത്തത്? ഞാനായോട് സത്യം പറഞ്ഞു. അപ്പ തുടങ്ങി മോന്തയും മോറും വെറുപ്പിക്കാൻ. ഒന്ന് പോയി കാണൂ. പാവം. ഞാൻ വെറുതെ പറയല്ല.
അതിന് തീരെ വയ്യ. ചെറുപ്പകാലൊക്കെ ഒന്ന് ഓർമ്മിക്കാൻ കഴിഞ്ഞു വെച്ചാ അപ്പോഴെങ്കിലും ഒരു സന്തോഷം തോന്നൂല അവർക്ക്. കണ്ടോ? എന്തൊക്കെയാ പറഞ്ഞത്? ചികിത്സാ രോഗം ഇത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വേറൊന്നും? അങ്ങനെ ഒരു ചെറുപ്പകാലം ഉണ്ടായിരുന്നു എന്ന കഥയെന്നായ്മ പറഞ്ഞിരിക്കണു. അതാ അത്ഭുതം. എനിക്ക് കത്ത് തന്നത് സത്യ. വരാനും പറഞ്ഞു, പോയില്ല. കാരണം എന്താണെന്നറിയോ? പേടി. 60 ഉറുപ്പ്യ ശമ്പളത്തില് ചായപ്പൊടിയുടെ ഡിപ്പോയില് പണിയെടുക്കണ ഒരുത്തനോട് ആ പെൺകുട്ടിക്ക് ഇഷ്ടമെന്ന് എങ്ങനെങ്കിലും അറിഞ്ഞുപോയാ എന്റെ കയ്യും കാലും തല്ലിയൊടിക്കില്ലേ അവര്? അത്ര പ്രതാപമുള്ള വീട്ടുകാരായിരുന്നു. കഷ്ടപ്പാട് സഹിച്ച് പഴയ കാര്യങ്ങളൊക്കെ മനസ്സിന്ന് പോയിട്ടുണ്ടാവും. അങ്ങനെയും ചിലപ്പോ വന്നൂടാന്നില്ലല്ലോ. കണ്ടിട്ടില്ലെങ്കിലും നിങ്ങളെല്ലാവരും അറിയാം. രാധി രവി പറയാറുണ്ട്, എനിക്കിപ്പോ ചായ വേണ്ട മോളെ, ഞാനിപ്പോ കഴിച്ചുള്ളൂ, നിങ്ങൾ കഴിക്കും. അച്ഛാ, ലേഖ ഫോൺ ചെയ്തിരുന്നു. അവൾ അടുത്ത ശനിയാഴ്ച വരും. എന്നിട്ട് വിട്ടാ മതി വലിയച്ഛനെയും വലിയമ്മയെന്നാ അവള് പറയണ. ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് വരാം, നിങ്ങൾ കഴിക്കൂ. കൃഷി നടത്താൻ ബുദ്ധിമുട്ട്. ഞങ്ങൾ നാട്ടിലെ പ്രോപ്പർട്ടീസ് ഒക്കെ വിറ്റു. അച്ഛൻ കേൾക്കണ്ട. ഈ പ്രായത്തിൽ നല്ലപോലെ അധ്വാനിക്കും. ഞങ്ങളുടെ അവിടേക്ക് എപ്പോഴാ വരാ രണ്ടാളും? കണ്ണനല്ലേ? വരാം. ഇതാരാ മനസ്സിലായോ? ആടും ബൈക്കിളൊന്നും കേറുന്നില്ലല്ലോ. ആ വാടിപ്പോയ വഴുതനത്തൈന് 2 നേരവും എന്ത് ഇല പിടിച്ചോന്നോ? ആ തൊഴുത്തിന്റെ പിന്നിൽ ഉറുമ്പ് കൂടി ഉണ്ട്, അതിട്ടാ മതി. ഞങ്ങൾ വരുന്ന ഉച്ചയ്ക്ക് എത്തും. വേണ്ട, നീ വെച്ചോ. ചെക്കൻ പറയണമാരൊക്കെ ചെയ്യുന്നുണ്ട്. പോയി എന്ന് വിചാരിച്ച ചെമ്പകത്തിന് തളിര് വന്നിരിക്കണു. ഇപ്പൊ ഒരു 1/2 ഗ്ലാസ് ചായ എനിക്കാവാം. ഇത് കേക്കാ, നീ എടുത്തോ. ഇത് കുട്ടികൾക്ക് തിന്നാനുള്ളതാ, ഞങ്ങൾക്ക് പറ്റില്ല. മാലതിക്കാട്ടോ പകുതി, മുഴുവൻ ഒറ്റയ്ക്ക് നീ തിന്നണ്ട. 4 ദിവസം നിന്റെ പഠിപ്പ് പോയില്ലേ? 1 മണിക്കൂർ രാവിലെ, 2 മണിക്കൂർ ഉച്ച കഴിഞ്ഞ്. നിന്റെ ടൈം ടേബിൾ മാറ്റി കണ്ണ. ഇതങ്ങോട്ട് വെച്ചോ. കുവൈറ്റിന്ന് കത്തുണ്ട്. മകളുടെ അടുത്ത് തന്നെ സ്ഥിരതാമസാക്കുമെന്ന് ശ്രുതിയുണ്ട്. വിൽക്കാൻ വല്ല ഉദ്ദേശം ഉണ്ടാവും. കാശും വെച്ച് പലരും കാത്തിരിക്കുന്നുണ്ട്. അസ്ഥലൊക്കെ പോകും. അവിടെയും ചിലർ ഉപദേശിച്ചു. ബാങ്കിലിട്ടാലത്തെ പലിശയുടെ കണക്കും ചിലർ പറഞ്ഞു. ഞങ്ങൾക്ക് ചെലവിനുള്ളതൊക്കെ ഈ പറമ്പെന്ന് കിട്ടുന്നുണ്ട്. കൂടുതൽ കാശ് എന്തിനാ? വേണ്ടെങ്കിൽ വീതിച്ച് മക്കളുടെ പേരിലിടാലോ. അവർക്ക് വേണ്ടത് അവരുണ്ടാക്കുന്നുണ്ട്. ഞങ്ങളെ കാലം കഴിയണവരെ അങ്ങനെ ഒരു ചിന്ത തന്നെ ഇല്ല. എന്താ ഞങ്ങൾ നാട് വിടണമെന്ന് രാമൻകുട്ടിക്കും തോന്നുന്നുണ്ടോ? അയ്യോ, അതുകൊണ്ട് പറഞ്ഞല്ല. ഞാൻ രാക്ഷസനാണ്, രാക്ഷസന്റെ കോട്ടയിലേക്ക് ആരും കയറുന്നത് ഇഷ്ടമല്ല എന്നൊക്കെ ആളുകൾ പറഞ്ഞ എനിക്കറിയാം. എന്നെ കൊണ്ട് ആർക്കും ഉപദ്രവമൊന്നുമില്ലല്ലോ. ഉപകാരമേ ഉള്ളൂ. അത് കൊട്ടിഘോഷിക്കാറുമില്ല. എനിക്ക് ബാങ്ക് ഇലക്ഷൻ നിൽക്കണ്ട, വാർഡ് മെമ്പർ ആവണ്ട, സ്വയരായിട്ട് ഇരുന്നാ മതി ബാക്കിയുള്ള കാലം. ഭാസ്കറിന്റെ ഒരു കത്തുണ്ട്. സ്ഥിരപ്പെടുത്തലിന്റെ കാര്യം ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ അത്യാവശ്യത്തിനും കൂടി ഒരു ദിവസം ലീവ് എടുക്കാൻ വയ്യാണ്ടായി അവന്. ചെറുപ്പല്ലേ, പണിയെടുക്കട്ടെ. അമ്മാളുട്ടെ, കന്നഡ അവിടെ ജയന്റെ കത്തുണ്ട്. അമ്പല കമ്മിറ്റിക്കാർ വരുന്നുണ്ട്. ഉത്സവപ്പിരിവ് വെടിക്കെട്ട് കേമാക്കണ്ടി കൊല്ലം. നിക്കണ്ട, നിന്നിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞേക്ക്. പോകുമ്പോ പടി കുറ്റിട്ടോ. ഒക്കെ ചുറ്റുവട്ടത്തുള്ളവരാ. സ്കൂളിൽ ഉച്ചക്കഞ്ഞ് നിർത്തി ആരെങ്കിലും അറിയോ? അതിന് പിരിവെടുക്കാൻ പറ. ഇവിടെ നല്ല തങ്ങി എന്താ കൊടുക്കാം. കുറെ കരിമരുന്ന് വെച്ച് മനുഷ്യൻ ഉറങ്ങാൻ സൗകര്യം കൊടുക്കാതെ ഇവിടെ ഒന്നും കിട്ടില്ല. വാ പോവാ. ജയന്റെ രണ്ടാമത്തോന്റെ പേരെന്താ? മുത്തശ്ശന്റെ പേരെന്നെ കൃഷ്ണദാസ്. അതല്ല ചോദിച്ചേ, അവനൊരു വികടപ്പേരുണ്ടല്ലോ, അതാ ചോദിച്ചേ. ബോബി. മൂത്തോൻ സണ്ണി. ഒന്ന് കുളിക്കണം. ആ വെള്ളത്തിൽ കുളിച്ചിട്ടേ തല ഒട്ടണു. ഞാനതുകൊണ്ട് തല കുളിച്ചില്ല. നമ്മുടെ കിണറ്റിലെ വെള്ളവും ഈ പുഴയും ഇവിടുത്തെ കാറ്റും ഒക്കെ തരാൻ പറ്റുമോ? മക്കള് പറയണയിടത്ത് എന്ന് നിൽക്കാം. ചേച്ചി, ഒന്നിങ്ങോട്ട് വാ, ഒരു കാര്യം കാണിച്ചു തരാം. നീ പോ. ഈ ഹർജി എനിക്ക് നാളെ അയക്കാനുള്ളതാ. ഇങ്ങനെ 100 അയക്കണം. കാര്യമൊന്നും ഉണ്ടാവില്ല. വാ.
ഇത് കണ്ട അത്ഭുതമാ. ഇതുപോലെ ഒന്നിനെ കാണാൻ തരാവില്ല ചേച്ചി. വാ ചേച്ചി. പൈപ്പ് വെള്ളത്തിന്റെ പശ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അനങ്ങാണ്ടിരി. ഉണങ്ങിയാ വേണമെങ്കിൽ ഒന്ന് പിന്നീടും ചെയ്യാം. ഇവിടെ വാടാ, വാടാ. ഒളിച്ചും പതിയെ നിൽക്കാണ്ടങ്ങോട്ട് വരാൻ. വല്യമ്മയുടെ തല ഞാൻ ചീന്തി കൊടുക്കണോ? അതെന്താടാ വല്ല മാമാങ്കാണോ കാണാൻ? കുറച്ച് ആളുകളെ വിളിച്ചോട്ട് കാണിച്ചു കൊടുക്കായിരുന്നില്ലേ? വല്യമ്മ കുളിക്കുമ്പോ ഞാൻ പുറം തേച്ച് കൊടുക്കാറുണ്ട്. അത് നീ കണ്ടിട്ടില്ലല്ലോ. അതും എല്ലാവരും ചെന്ന് പറഞ്ഞോ. അങ്ങനെ ഭാഗ്യം ചെയ്തവര്. വലിയമ്മയ്ക്കൊരു ജലദോഷം വന്നാ കാരണവരുടെ ബേജാറ് കാണണം. ഇടയ്ക്ക് ഭയങ്കരമായിട്ട് വഴക്കും കൂടും അമ്മേ. പക്ഷെ അപ്പൊ തന്നെ ലോഹിയാവും ചെയ്യും. ഇഷ്ടമുള്ളവർ അങ്ങനെയൊക്കെ തന്നെയാ. ഞങ്ങളിവിടെ വന്ന കാലത്ത് നിന്നെ 4 മാസം വയറ്റില്ല. എന്റെ തലയിൽ അപ്പടി പേന്. ആവണക്കണ്ണ പുരട്ടി ഒരു ദിവസം പ്ലാവിൻ ചോട്ടിലിരുത്തി പേൻ മുഴുവൻ എടുത്തു നിന്റെ അച്ഛൻ. വഴി കൂടെ പോയ ആരോ കണ്ടപ്പോ എനിക്ക് നാണായി. അച്ഛന്റെ ഒരു ഫോട്ടോ കൂടി നമ്മുടെ കയ്യിലില്ലല്ലോ. എല്ലാറ്റിനും ഒരു യോഗം വേണം. ആയുസ് തന്നില്ലല്ലോ ദൈവം. മക്കളുടെ അടുത്ത് നിക്കണോന്ന് എല്ലാരും നിർബന്ധിക്കാത്രേ വല്യമ്മയും വല്യച്ഛനെയും. അവരങ്ങേപ്പറമ്പിലുള്ളതുകൊണ്ട് നമുക്കാ ഒരു ബലം. എവിടുന്നോ ഒളിച്ചോടി വന്നവര്. അന്ന് ഒരാളും ഇങ്ങോട്ട് കേറിയില്ല. വെച്ചോ കഴിച്ചോന്ന് അന്വേഷിച്ച് ആദ്യം ഈ മുറ്റത്തേക്ക് കയറി വന്നത് ആ വല്യമ്മയാ. അത് മറക്കരുത്. അന്തി മയങ്ങിയാൽ ഭൂമിയും ആകാശവും എങ്ങനെ കാണുന്നു? എടിയോ, ആപത്ത് നീങ്ങുവാൻ എന്താണ് ചെയ്യേണ്ടത്? എടിയോ, ദീപം കൊളുത്തിയാൽ എന്ന് തുടങ്ങുന്ന വരി മുതൽ മേൽമേൽ വളർന്നിടും എന്ന് അവസാനിക്കുന്ന വരി വരെ പൂരിപ്പിച്ചെഴുതുക. എന്താ പഠിച്ചതല്ലേ? എഴുതുക. ഞാൻ പോരാ. മൊളോഷ്യം ഒരു അരച്ചയിലേക്ക് ആവാം. തേങ്ങ ഇരയിക്കോ. മൊളോഷ്യത്തിന് വറുത്തിടുമ്പോ നീ എന്തിനാ ഈ വെളിച്ചെണ്ണയ്ക്ക് പിശുക്ക് പിടിക്കണേ? മുകളിലൊരു പാട പോലെ നിൽക്കണം. ഉപ്പുമാങ്ങ ആയിട്ടുണ്ടാവില്ലേ? 6 മാസായില്ലേ? ഓ, അക്കാര്യം ഞാൻ മറന്നു. ചെറിയ ഭരണം തുറക്കാം. ഉപ്പുമാങ്ങയുടെ ഒരു ചട്നി രാത്രിക്ക്. അമ്മളോ പിച്ചോ. മുറുക്ക പിടിക്കണം. ആവശ്യമില്ലാത്തവ കളഞ്ഞ് അട്ടൊന്ന് വൃത്തിയാക്കണം. വല്ല പാമ്പോ ചേരോ കയറി അറിയില്ല. ചകിരിയും ചിരട്ടി വെക്കാം. ഒരുപാടുണ്ടല്ലോ. അതെ, തൊടിയിൽ മൂത്ത മാവൊന്നും ഇല്ലാന്ന് അറിയാലോ. അതിന് ദഹിപ്പിക്കാൻ ഇപ്പൊ ചകിരിയും ചിരട്ടയാണ്. ആവശ്യം വരുമ്പോ ഓടി നടക്കണ്ടല്ലോ. കിടക്കട്ടെ അവിടെ. അത് ശരി. അപ്പന് കുറച്ചുകൂടി കരുതിക്കോ. ഭർത്താവിന്റെ ചെതയിൽ ഉടന്തടി ചാടി മരിക്കണമെന്നല്ലേ പഴയ പ്രമാണം. ആഹാ, അങ്ങനൊരു പൂതിയുണ്ടല്ലേ? അതിനെന്നെ കിട്ടില്ല. നിന്റെ ഇഷ്ടം. അപ്പൊ അടുത്ത ജന്മത്തിലേക്ക് വേറെ ആളെ തരേണ്ടി വരും. അല്ലാതെന്താ? ആ കോണെടുത്ത് വെക്ക്. അമ്മാളോ, കോണെടുത്ത് വെക്കാൻ. കോണെടുത്ത് വെക്ക്. ഞാനിവിടുന്ന് ഇറങ്ങി വന്ന ഇന്ന് എന്റെ കൈ കൊണ്ട് നിന്റെ കഥ കഴിയും. ഉറപ്പ്. ദുർമരണായാലേ വല്ല പറ്റിയ പൂച്ചയൊക്കെ ആയിട്ട് വരും ജന്മത്തിൽ നടക്കേണ്ടി വരും. പറഞ്ഞില്ലാന്ന് വേണ്ട. കോണെടുത്ത് വെക്കാൻ. ഞാൻ ഇവിടെ നിന്ന് അട്ടഹസിക്കാൻ പോവാ. ചുവന്നാടിയുടെ അലർച്ച. കുടൽമാല ചീന്തിയിട്ടാ നിന്നെ ഞാനൊന്ന് കൊല്ല.
ആ പുളിയരസം കാരണവര് നിന്നെ എന്റെ തലയിൽ വെച്ച് കെട്ടി അന്ന് തുടങ്ങി എന്റെ ദുരിതം. അതെ, നാളികേരം ചിരങ്ങുമ്പോൾ വല്യച്ഛൻ ഇവിടെ ഇരുന്ന അത് മുഴുവൻ നുള്ളിപ്പെറുക്കി തിന്നും. പിന്നെ രാത്രി വയറുകടി തുടങ്ങും. അപ്പോ വല്യമ്മയ്ക്കാ പാട്. അരച്ചു കഴിഞ്ഞു. ഇനി ഇറങ്ങിക്കോട്ടെ, പാവം. നമുക്ക് കോണി വെച്ചു കൊടുക്കാം. ആഹാ, നീ എന്താ ചെയ്ത്? നിന്നെ ഞാൻ എവിടാ എന്റെ ചൂരൽപടി? പാകത്തിന് അരവ്, തൈരിന്റെ അളവ് കെറു കൃത്യം. ഇനി വറുത്തിട്ടോ. വല്യമ്മ കൊല്ലണല്ലേ? തൽക്കാലം കൊല്ലുന്നില്ല. ഇതുപോലെ കൈപ്പുണ്യുള്ളൊരു വല്യമ്മയെ വേറെ കിട്ടുന്ന ഉറപ്പില്ലല്ലോ. കണ്ണും കടുപ്പില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇങ്ങോട്ട് താ. എന്താ പത്ര വിസ്തരിച്ച് തുന്നിണ്ടാക്കണേ? തുന്നിക്കഴിയട്ടെ, കാണാം. ഓ ആ ജനു, നിന്റെ മോള് കാരണം കോടിത്തുണികളൊക്കെ കഷ്ണാക്കി വെട്ടി പരീക്ഷണം നടത്തേണ്ട ഒരാളിവിടെ. ഞായറാഴ്ച 11 മണിക്ക് ആ ഒരു കൂട്ടർ മാലതിയെ കാണാൻ വരണുണ്ട്. ബാങ്കിലെ ശിവായി വഴിക്ക് വന്നതാ. 4-5 രാത്രി. വരട്ടെ. കുടുംബക്കാരായി ആരും ഉണ്ടാവില്ലല്ലോ. കുറച്ചുനേരം അവിടെ വന്നിരുന്ന രാമൻകുട്ടിയേട്ടൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നോക്കട്ടെ. ആ പശുവിനൊന്ന് മാറ്റി കെട്ടണ്ടേ മാലൂട്ടി? ഓ, ഘോഷമൊന്നും കൂട്ടണ്ട. മുമ്പ് ഇങ്ങനെ ചിലര് വന്നില്ലേ? വല്ല ചായയോ പഴയോ കൊടുത്താ മതി. പഴം ഇവിടെയുണ്ട്, വാങ്ങണ്ട. ഞങ്ങൾ 2 ആളും വരും. ഓ, വരട്ടെ. എന്താ എന്താ? ഒന്നുമില്ല, ഒരു തലചിറ്റില്. ഇങ്ങോട്ട് വരൂ. ഓ ബ്ലഡ് ടെസ്റ്റ്, എക്സ്റേ, ECG എല്ലാം ഒന്ന് എടുക്കട്ടെ. ടോണിക്കും പിൽസും എഴുതുന്നുണ്ട്. ടെസ്റ്റുകൾ കണ്ടിട്ട് നമുക്ക് മരുന്ന് നിശ്ചയിക്കാം. ഡോക്ടർ ജെയിംസിന്റെ ഒരു ക്ലിനിക് ഉണ്ട് ടൗണില്. അവിടെയാ നല്ലത്. BP നോർമലാ. പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല. ജനറൽ വീക്ക്നെസ്സാ. ശരി, ഓക്കെ. ഒന്നുമില്ല, ഇത് വലിയ സാരാക്കണ്ട. ഡോക്ടറെ വിളിക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. വെറും ഒരു തലചിറ്റില്. നല്ലതേ, ഒരു കാർ വിളിച്ച് നേരെ അങ്ങോട്ട് പോവാ മകളുടെ അടുത്തേക്ക്. എല്ലാ ടെസ്റ്റും അവിടെ ചെയ്യാലോ. BP കൂടിയിട്ടോ കുറഞ്ഞിട്ടോ തലയേറ്റിൽ വന്നാൽ ബുദ്ധിമുട്ടാ. സ്ഥിരമായിട്ട് തന്നെ മരുന്ന് കഴിക്കണം. ഇതെനിക്കും വന്നിട്ടുണ്ട്. എനിക്ക് ഛർദി ഉണ്ടായിരുന്നു. കഴുത്തിന്റെ എല്ല് കഴിഞ്ഞിട്ടാ. അതിനെന്തോ ഒരു പേരുണ്ടല്ലോ. ഈ ടെസ്റ്റ് ഒന്നും വേണ്ട. ടെസ്റ്റിന് പോയാൽ 2 ദിവസം കിടക്കാൻ പറയും. 2 ദിവസം 10 ദിവസമാവും. ഇല്ലാത്ത സൂക്കടൊക്കെ വരുത്തും അവര്. അങ്ങനെ നിസ്സാരാക്കാൻ പറ്റുമോ? കഴുത്തിലും തലയ്ക്കും ഒരു എക്സസൈസ് ഉണ്ട്. ഞാൻ കാണിച്ചു തരാം മലൂട്ടിയെ. കുഞ്ഞിന് തുന്നപ്പണി ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായില്ലേ? അത് നിർത്തിക്കോ ആദ്യം.
ഇവിടെ വേദന ഉണ്ടോ? ഇവിടെ ഉണ്ടോ? ഇവിടെ വേദന ഉണ്ടോ? ആ, മാലിനെ കുറച്ച് വെള്ളം തിളപ്പിക്കേ. മുണ്ട് നനച്ച ചൂടോടെ കഴുത്തിൽ വെക്ക, ആശ്വാസം ഉണ്ടാവും. ഉച്ചയ്ക്കുള്ള വെച്ചുണ്ടാക്കാൻ ഞാൻ ചെയ്തോളാം. രണ്ടാൾക്ക് വെച്ചുണ്ടാക്കുന്ന ഒരു പനിയാണോ? ടോണിക്കും ഗുളികയും വാങ്ങിക്കോ. ഈ ടോണിക് കൊണ്ടൊന്നും ഒരു കാര്യമില്ല, വെറും പരസ്യം തട്ടിപ്പ്. എന്നാലും വാങ്ങിക്കോ. ടോണിക്ക് കഴിക്കാം, ഗുളിക വേണ്ട. ഇതിനൊക്കെയുള്ള നാടൻ ചികിത്സ എനിക്കറിയാം. മതി മതി. കഴിക്കൂ. രാത്രി ഒരു പിടിയില്ലോ കൊണ്ടിട്ടുള്ളൂ. ഇപ്പൊ കട്ടിലിന്ന് എണീറ്റപ്പോ തലയേറ്റിലുണ്ടായോ? ഇരിക്കണോടത്തുനിന്നും കിടക്കണോടത്തുനിന്നും എണീക്കണത് സാവധാനത്തിലാവണം. കഴുത്തിന്റെ എക്സസൈസ് കിടക്കുമ്പോ ഇങ്ങനെ 10 വട്ടം. പിന്നെ കഴുത്തോണ്ട് 8 എന്ന് എഴുതും പോലെ ഇങ്ങനെ ഒരു 10 വട്ടം. നോക്കിട്ട് വരാം. ഹലോ. രാധയോ? സാരായിട്ടൊന്നുമില്ല, ഒരു ചെറിയ തലയേറ്റിൽ അത്രേ ഉള്ളൂ. അങ്ങോട്ട് കൊണ്ടുവരാനുള്ള അസുഖമൊന്നുമില്ല. ഇപ്പൊ ഇരുന്ന് കഞ്ഞി കുടിക്കണു. ബേജാറാവാനൊന്നുമില്ല കുട്ടികളെ, അച്ഛനല്ലേ പറയണത്. ഈ തൽക്കാലൊന്നും വേണ്ട. ശരി, വെക്കട്ടെ. രാധയും രവിയും. അപ്പോഴേക്ക് രാമൻകുട്ടി അവളെ വിളിച്ച് പറഞ്ഞിരിക്കണു. ഈ രാമൻകുട്ടിക്ക് എന്നേക്കാ ബേജാറ്. ഒരു 4 ദിവസം ഏതായാലും അനങ്ങാണ്ട കിടന്നോളൂ. അടുക്കളയിലെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇതാരാണാവൂ? രാധ വിളിച്ചൂല്ലേ? വിശേഷിച്ചൊന്നും ഇല്ലടോ. ആരും വരണ്ട. വരണതൊക്കെ നല്ലത് തന്നെ. അമ്മയുടെ സൂക്കേട് കാണാൻ വരണ്ടെന്നാ പറഞ്ഞേ. അത് അമ്മ സംസാരിക്കും. കേശു, വീണയുടെ പരീക്ഷ കഴിഞ്ഞില്ലേ? നല്ല ഉദ്യോഗ? അത് ശരി. എനിക്കൊന്നുമില്ല, ഒരു ചെറിയ തലചുറ്റലുണ്ടായി. അത് പിത്തത്തിന്റെ അസ്കതയാണ്. മുമ്പ് ഉണ്ടായതല്ലേ. മരുന്നൊക്കെ ഉണ്ട് കുട്ടികളെ. വരാലോ. അതിനെന്താ? എന്നാ ശരി. അപ്പൊ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കാം. അങ്ങനെ കാരണവരും കൂടി ഒന്ന് വന്നോട്ടെ. വല്യമ്മയ്ക്ക് എണീറ്റ് നടക്കാറൊക്കെ ആയോ? പറഞ്ഞാ കൂട്ടാക്കണ്ടേ? അങ്ങോട്ടിരിക്കാം. ഇവിടെ ഇരിക്കാം. ഇരിക്കൻ. ഞാൻ അങ്ങേരെ ഒരു കാരണവരാ. രാമൻകുട്ടി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സ്വന്തവും സ്വജനൊന്നും അല്ല, പക്ഷേ ഇവരുടെ ഒക്കെ സഹായം കൊണ്ടാണ് ഞങ്ങൾ കഴിഞ്ഞു കൂട്ടുന്നത്. ജാനു, ചായ വേണ്ടാട്ടോ. മരുവനാ, മോട്ടോർ വർക്ക്ഷോപ്പിലാ പണി. 150-200 രൂപയുടെ പണിയെടുക്കും ദിവസം. നല്ല കാര്യം. മാലതിക്ക് മോശമില്ല. തുന്നൽ ക്ലാസ്സിലാച്ചാ 9 കുട്ടികളുണ്ട്. ജാനുവിന് അർബൻ ബാങ്കിൽ സ്ഥിരമായി. ചെലവിനൊന്നും ബുദ്ധിമുട്ടില്ല. നിങ്ങൾ രണ്ടാളും പറമ്പം തൊടിയൊക്കെ നോക്കി വരിക. ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ. ആലോചന വന്നപ്പോഴേ രാമൻകുട്ടിയോട് ഞങ്ങൾ ചിലതൊക്കെ പറഞ്ഞിട്ടുണ്ട്. അല്ല, മൂപ്പനും കൂടെ അറിയണമല്ലോ. അവരുദ്ദേശിക്കുന്നത് 30 പവന്റെ പണ്ടം, കല്യാണ ചെലവിന് 10,000 എന്നൊക്കെയാണ്. ജാനു അമ്മയോട് ഞാനിത് എങ്ങനെയാ പറയാന്നറിയില്ല. 25 സെന്റ് സ്ഥല ഈ വീടുണ്ട്. ഇത് വിറ്റ ഈ പറഞ്ഞതൊക്കെ കഷ്ടിച്ചു കൊടുക്കാം. കഷ്ടിച്ച്. അവര് ചോദിക്കുന്നത് അത്ര അധികമല്ല. തെക്ക് എവിടുന്നോ ഒളിച്ചോടി വന്ന് ഇവിടെ താമസമാക്കിയതല്ലേ ഇവര്. 2 കുടുംബവും ഇവരുമായിട്ട് ബന്ധവുമില്ല. അവൻ ജാതിയിൽ കുറച്ച് താണവനായിരുന്നു അല്ലേ? ജാതി ഉപജാതി ഇതൊന്നും നീ അന്വേഷിച്ചിട്ടില്ല. സത്യത്തിൽ അവൻ അസൽ അധ്വാനിയായിരുന്നു. നല്ല സ്വഭാവമായിരുന്നു. അതൊക്കെ അറിയാം. എന്റെ നിർബന്ധം കൊണ്ടായി ഇവര് വന്നത്. ഇതൊന്നും അത്ര സാരാക്കേണ്ട കാര്യമല്ലെന്ന് ഞാനാ പറഞ്ഞത്. ഇവര് നല്ല തറവാട്ടുകാരാ. നാലാഞ്ചിറ പ്രദേശത്തെ വലിയ തറവാട്ടുകാരൊക്കെ എനിക്കറിയാം. എന്താ വീട്ടുപേര്? അമ്മാലോട്ടി ഇറങ്ങുക. വെയിലാവണതിന് മുമ്പ് ഇവര് ഇറങ്ങിക്കോട്ടെ. 12:30 ഒരു ബസ് ഉണ്ടല്ലോ. അമ്മാലോട്ടി.
12:30 ബസ്സിന് സ്ഥലം വിട്ടോളാൻ പറഞ്ഞത് അവര് കേട്ടിണ്ടാവില്ലേ? വീടും പറമ്പും വിറ്റ് കല്യാണം നടത്തണമെന്ന് അവള് നിശ്ചയിച്ചോട്ടെ. ആ, കുറച്ച് ചായപ്പൊടിയാണ്. സുബ്രഹ്മണ്യ സാർ പ്രത്യേക അന്വേഷണം പറഞ്ഞിട്ടുണ്ട്. സ്ഥിരായോ? ഓർഡർ കിട്ടി, ഫീൽഡിലാ. ക്വാർട്ടർ കിട്ടിയോ? കിട്ടും, ഇപ്പോ ലൈമുറിയാണ്. എസ്റ്റേറ്റിലെ നല്ല ഇലച്ചായയാണ്. ചായ ഉണ്ടാക്ക്. ഭാസ്കര, ചായ കുടിച്ചിട്ട് പോയാ മതി. ശരി. നവരയുടെ അരി കിട്ടി. വെറുതെ വറ്റിച്ചാ മതിയോ? വെല്ലുമിക്കറിയാം, അകത്ത് കൊടുത്തോളൂ. ഉം. ഒറ്റയ്ക്ക് കഴിയാനാ പ്രയാസം തോട്ടത്തില്. വല്ലതൊക്കെ വെച്ചുണ്ടാക്കി തരാൻ ഒരാളൊക്കെ വേണ്ടടോ. പണി ഇപ്പൊ സ്ഥിരമായിട്ടല്ലേ ഉള്ളൂ. ആ, ചീര ചിലതൊക്കെ ഒടിയാറായി. ഒരു 10-25 കമ്പ് ശരിയാക്കിക്കോ. ശരി. ആ, നവര അടുപ്പത്തിട്ടിട്ടുണ്ട്. കഴുത്തിന് വേദന കുറവുണ്ട്. എന്നാലും ഒരാഴ്ച നവരക്കഴി പിടിച്ചാലേ നല്ല സുഖാവും. ആ ഭാസ്കര, എല്ലാറ്റിനും ഇന്ന് തന്നെ ഞെടി കൊടുക്കണം. മാലതി ഒന്ന് സഹായിച്ചു കൊടുക്കൂ. വല്യമ്മയ്ക്ക് നവരുടെ വേവറിയില്ല. ഞാൻ ഒന്ന് ചെല്ലട്ടെ. ലോകമായ ലോകം മുഴുവൻ അന്വേഷിച്ചിട്ടാത്രേ ജാനുവിന് നവരനെല്ല് കിട്ടിയത്. ഒരു കണ്ടത്തിൽ നമുക്കും കൃഷി ചെയ്ത് കളയാം. പിന്നെ ആ ഭാസ്കരൻ എങ്ങനെ? എങ്ങനെയെന്ന് ചോദിച്ചാൽ പണിയാക്കി കൊടുത്തതിന്റെ നന്ദി എന്നും ഉണ്ട്. വരുമ്പോഴൊക്കെ ഇവിടെ വന്ന് കാണുന്നുണ്ട്. 30 പവൻ, കല്യാണ ചെലവിന് 10,000. നമ്മളെ കൺമുമ്പിൽ വളർന്നു വലുതായ കുട്ടിയല്ലേ. അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണം നമ്മള്. ഹൗ, ഓ, പുള്ളിയോ? ഒരു 5 മിനിറ്റ്, പിന്നെ മേലെ എഴുകാം. അരി വറുത്ത് പൊടിച്ചിട്ടിട്ട് ഉണ്ണിപ്പിണ്ടി കൊണ്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വാദുണ്ടോ നീ കഴിച്ചു നോക്കിട്ട് പറ. പണ്ട് അമ്മ ഉണ്ടാക്കി തന്ന അതേ ചിട്ടയിലൊന്ന് നോക്കിയതാ. ഇതാ നോട്ട് പുസ്തകം, കണക്ക് പുസ്തകം. ഏഷ്യന്റെ സ്കൂളിൽ വേണ്ടാന്ന് ഞാൻ നിശ്ചയിച്ചു. നീ കന്യാസ്ത്രീയുള്ള സ്കൂളിലാ 3-ൽ ചേരണം. അവിടെ നല്ലോണം പഠിക്കുന്ന കുട്ടികളാ. അവിടെ ഫീസ് ജാസ്തിയല്ലേ? അത് നീ എന്തിനാ അറിയണ? പരീക്ഷയിൽ ജയിച്ചാലേ അവരെടുക്കൂ. നല്ലോണം പഠിക്കണം. വലിയ രാമൂട്ടിയേട്ടൻ വന്നിട്ടുണ്ട്. ഭാസ്കറിന്റെ ഒരു കത്ത്. വിശേഷമൊന്നുമില്ലല്ലോ. അവന്റെ കാര്യം ഇവിടുന്ന് തന്നെ വായിച്ചു നോക്കുക. ആ, രാമൂട്ടി, ഈ തോട്ടത്തിൽ ഒറ്റയ്ക്ക് കഴിയാന്ന് വെച്ചാലത്തെ കഷ്ടം എനിക്കറിയാം. കല്യാണക്കാരെ എഴുതിയത് തെറ്റൊന്നുമില്ല. 10-26 വയസ്സായില്ലേ. കുട്ടിയെ കൂടി നിശ്ചയിച്ച മാതിരിയിലാണ് എഴുത്ത്. അവൻ ജാനുമ്മയുടെ വീട്ടിൽ പോവുക, സംസാരിച്ചിരിക്കുക, അങ്ങനൊന്നും ഉണ്ടായിട്ടില്ല. അതാ അത്ഭുതം. ഇതിനെ ഇഷ്ടാവണേനെ ഒരു മിന്നാട്ടം മതി. നല്ല കുട്ടി, കാണാനും നന്ന്, സ്വഭാവം നന്ന്. വേറെന്ത് നോക്കാനാ? ചേട്ടനില്ലാത്തോണ്ട് അവന്റെ ഉത്തരവാദിത്വം എനിക്കാണല്ലോ. അതെ, അതുകൊണ്ട് നീ പഠിപ്പിച്ചു, നീ പണിയാക്കി കൊടുത്തു. പിന്നെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത് നീ തന്നെ. ആ, പണത്തിന്റെയും പണ്ടത്തിന്റെയും കണക്ക് നിനക്കും പറയാണ്ടാവൂല്ലേ? അങ്ങനെയല്ല, അവന്റെ തള്ളരെടുത്തുകൂടെ ആലോചിക്കണ്ടേ. അവരുടെ ഒരു ആങ്ങളയുണ്ട്, അയാൾ എന്താ പറയാന്നറിയില്ല. ആലോചിക്കേ. കല്യാണാലോചന എന്റെ പണിയല്ല. നമുക്കൊക്കെ വേണ്ടപ്പെട്ട കുട്ടിയാവുമ്പോ ഒരു താല്പര്യമുണ്ട്, അത്ര തന്നെ. ഞാൻ പിന്നെ വരാം.
ചേച്ചി വലിയൊരു കാർ വരുന്നു. ബാംഗ്ലൂരിലുള്ള കേശുവേട്ടൻ. ഇവർക്ക് ഒറ്റ മോളേ ഉള്ളൂ. 3 കൊല്ലം ഇവിടെ വന്നിട്ട്. സദ്യയുടെ വട്ടമൊക്കെ ഉണ്ടാവുമെന്ന്. അമ്മയ്ക്ക് സുഖമില്ലെന്ന് അറിഞ്ഞപ്പോ തന്നെ വരണമെന്ന് വിചാരിച്ചതാ. നേരെ ബാംഗ്ലൂരിനാ? ഇന്നലെ തിരിച്ചു. രാത്രി കോയമ്പത്തൂര് തങ്ങി. അവിടെ കമ്പനിക്ക് ഗസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ. ആ ബീനുമോളെ, ഇറച്ചി മീനൊക്കെ വേണമെങ്കിൽ രാത്രിക്കേ പറ്റൂ. ഇപ്പൊ അസല് പച്ചക്കറി എന്താ പോരെ? ഓ അതിനെന്താ. ആ ഇന്ന് ഞാനാ അടുക്കള ഭരണം. നിങ്ങൾ തോട്ടൊക്കെ നോക്കി വരുമ്പോഴേക്കും എല്ലാം റെഡി. ശർക്കര പായസം ഞാനാ ഉണ്ടാക്കണേ. അടുക്കളപ്പണിക്ക് വേറെ ആരും ഇല്ലേ? വേണ്ടാച്ചിട്ടാ. ആര് വെച്ചാലും അമ്മ ഉണ്ടാക്കാൻ സ്വാദം ഉണ്ടാവില്ല. പിന്നെ പറ്റിയ ആളെ കിട്ടാനുമില്ല എന്ന് വെച്ചോളൂ. സുഭദ്രയുടെ തടിയത്തിരി കുറഞ്ഞിരിക്കണു. ബീനമോളി ശരിക്കും നോക്കിയോ? എന്റെ ചായയല്ലേ അവൾക്ക്? മൂക്ക് നിന്റെ ആകെ മൊത്തം എന്റെ ചായയാന്ന് തോന്നുക. കണ്ണാ ഇല മുറിച്ചോ? ഒക്കെ പാവും. മണി 1. നാല് മതി കണ്ണ. നമ്മൾക്ക് രണ്ടാൾക്കും പിന്നെ ഇരിക്കാം. ഓ അച്ഛൻ എണീക്കാൻ കാത്തു നിന്നതാ. ഞങ്ങൾ പെട്ടെന്ന് വരാൻ ഒരു കാര്യമുണ്ട്. അച്ഛനോടും അമ്മയോടും അല്ലാതെ ആരോടാ പറയാ? രാധയ്ക്കും ചെവിക്കും അറിയില്ല. ബീനയുടെ കാര്യ പഠിപ്പ് കഴിഞ്ഞു. ഇപ്പൊ നല്ലൊരു കമ്പനിയിൽ ജോലിയായി. പ്രമോഷനൊക്കെ നല്ല ചാൻസ്. മോൾക്ക് വയസ്സ് 22ആയി. ഞങ്ങൾ ചില ആലോചനകളൊക്കെ നടത്തി. ഒരു പ്രപ്പോസൽ 1-ാം തരം. വലിയ കമ്പനി. അവൻ എക്സിക്യൂട്ടീവാണ്. ഒറ്റപ്പാലത്താണ് അവരുടെ തറവാട്. ബാംഗ്ലൂർ പണ്ട് സെറ്റിൽ ചെയ്തവരാണ്. വലിയ ഫാമിലി. ഒരുപാട് കണക്ഷൻസ്. അവസാനം നിശ്ചയത്തിന്റെ അടുത്ത് വന്നപ്പോ മോള് പറഞ്ഞു വയ്യ. ആലോചന നടക്കുമ്പോ അവൾ അറിയില്ലേ? ഫൈനലൈസ് ചെയ്തിട്ട് വേണമല്ലോ പറയാൻ. അതുകൊണ്ട് നേരത്തെ പറഞ്ഞില്ല. അവൾക്ക് വേണ്ട തോന്നിയാ വേണ്ട, വേറെ അന്വേഷിക്കാ. പക്ഷേ അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും അവളോട് പറയും വേണം. അങ്ങനെയാ ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ കുട്ടികളല്ലേ. പ്രശ്നം അതല്ല. അവളുടെ ഒപ്പം പഠിച്ചൊരു ചെക്കുണ്ട്. ജോലി സ്ഥിരമായിട്ടില്ല. പഠിപ്പിലൊക്കെ കേമനാ. ഫസ്റ്റ് റാങ്ക് അവന്. ബീനയ്ക്ക് സെക്കൻഡേ ഉള്ളൂ. അവൾക്ക് അവനെ കല്യാണം കഴിക്കണം. ആ കഴിക്കട്ടെ. ഫസ്റ്റ് റാങ്ക് സെക്കൻഡ് റാങ്ക് ചേർന്ന ഗംഭീരല്ലേ? അവന്റെ അച്ഛൻ എന്റെ കമ്പനിയിലെ ഒരു ഡ്രൈവറാ. അച്ഛനല്ലേ ഡ്രൈവർ? റാങ്കുള്ള മകന് വലിയ ഉദ്യോഗം കിട്ടില്ലേ? ആ പിന്നെ ഡ്രൈവർ പണി മോശ. എനിക്കും ചായത്തോട്ടത്തിൽ ആദ്യം കൈക്കോട്ട് പണിയായിരുന്നു. നാട്ടിലും എനിക്ക് പറയും അസിസ്റ്റന്റ് സൂപ്പർവൈസർ. അവര് കന്നഡക്കാരാ. പോരാത്തതിന് മുസ്ലിംസും. ഞങ്ങൾ ഉപദേശിച്ചൊരുപാട്. അടുത്ത പലരെ കൊണ്ട് പറഞ്ഞു നോക്കി. അവളിളകണില്ല. ചിലർ ഈ പട്ടാണി ഡ്രൈവറെ പിടിച്ച് ഭീഷണിപ്പെടുത്തി നോക്കി. മകന്റെ ഇഷ്ടം എന്താച്ചാ അത് ഇടപെടാൻ പറ്റില്ല എന്ന് പറയണോ അവൻ? ഞങ്ങളുടെ കാര്യം വിട്. നാട്ടിൽ വയസ്സായ മുത്തശ്ശനും മുത്തശ്ശിയില്ലേ? ഇങ്ങനെ വല്ലതുണ്ടായിന്ന് അറിഞ്ഞാ അവരുടെ സ്ഥിതി എന്താവെന്ന് വരെ ചോദിച്ചു നോക്കി അവളോട്. അച്ഛനും അമ്മയും അവളെ പറഞ്ഞ് നിർബന്ധിക്കണം. അതേ ഒരു വഴി ഇനി ബാക്കിയുള്ളൂ. ആളുകളുടെ മുമ്പിൽ എനിക്ക് തല നിർത്തി നടക്കാൻ പറ്റുമോ ഇങ്ങനെ വല്ലതും സംഭവിച്ചാല്? രണ്ടാളും വിളിച്ച് അവളോട് കർശനായിട്ട് പറയണം. എന്താ അവന്റെ പേര്? സലിം. പരിചയമായിട്ട് എത്ര കാലായി? 3 കൊല്ലം ഒരുമിച്ച് പഠിച്ചതാ.
ഒരു തരത്തില് കല്യാണം കണ്ടേങ്കാവിലെ പൂരം പോലെയാ. മേളം, കൊടമാറ്റം, വെടിക്കെട്ട്, എഴുന്നള്ളത്ത് ഒക്കെ ബഹുകേമം, ബഹുരസം. പിറ്റേന്ന് പൂരപ്പറമ്പിലേക്ക് കടന്നാൽ ആ ദുർഗന്ധങ്ങൾ ഓരോന്ന് മൂക്കിലെത്ത്. എടുത്തിയാടത്തിന് ഇങ്ങനെയൊക്കെ ചെയ്യും ചിലര്. പിന്നെ രണ്ടാൾക്കും വേണ്ടിയിരുന്നില്ല തോന്നും. ഒഴിവായി കിട്ടാൻ നിവൃത്തിയില്ലാതെ പിന്നെ നിത്യ നരകം രണ്ടാൾക്കും. ആ ചെറിയ ചെറിയ നരകങ്ങളൊക്കെ ഞങ്ങളും കണ്ടു അല്ലേ? പക്ഷേ 49 കൊല്ലം കഴിഞ്ഞത് ഞങ്ങൾ അറിഞ്ഞില്ല. നിന്റെ ഈ വല്യമ്മില്ലായിരുന്നെങ്കിൽ ഈ വല്യച്ഛൻ ഇക്കണ്ട കാലൊന്നും ഇരിക്കില്ല. അമ്മാള് നടന്നോളൂ, ഞങ്ങൾ പിന്നാലെ വരാം. എന്താണ് തീരുമാനം എനിക്കൊന്നും അറിയണല്ലോ, പറഞ്ഞോളൂ. എന്താ നിന്റെ അഭിപ്രായം? നീ പറഞ്ഞോ. ഏത് കാലത്തും നിന്നെ നോക്കും രക്ഷിക്കുമെന്ന് നിന്റെ മനസ്സ് പറയുന്നുണ്ടോ മോളെ? എന്നെ അത്രയ്ക്ക് ഇഷ്ടമാണ് മമ്മേ. എനിക്കും. ഞാൻ അച്ഛനോടും അമ്മയോടും ഒരു കാര്യം പറയാൻ തീരുമാനിച്ചു. അവര് സമ്മതിച്ചില്ലെങ്കിൽ ഓടിപ്പോയി രജിസ്ട്രാക്കാരൊന്നും നിൽക്കരുത്. ഞാനാ പറയണേ, ഞാൻ സമ്മതിക്കില്ല. അപ്പൂപ്പ പിന്നെ എന്ത് ചെയ്യണമെന്ന് അപ്പൂപ്പൻ പറയണത്? രണ്ടാളും കൂടി തീവണ്ടി കയറി നേരെ ഇവിടെ വരിക. ഇവിടെ ഒരു പന്തലിട്ട് ചെറിയൊരു കല്യാണം നടത്താൻ എനിക്ക് ആരുടെ സമ്മതം വേണ്ട. അപ്പൂപ്പ എന്നെങ്കിലും നിങ്ങൾ രണ്ടാളും കൂടി ഇവിടെ വരണം. ഞങ്ങളുടെ കൂടെ 2 ദിവസം നിൽക്കണം. വരൂ അപ്പൂപ്പ. അധികം വൈകാതെ വേണം. ഞങ്ങൾക്കൊക്കെ കുറെ വയസ്സായില്ലേ? അപ്പൂപ്പനെ ഒരു സെഞ്ചുറി സ്കോർ ചെയ്തിട്ട് പോവും. ബെറ്റ്. ആ. നാളെ പഞ്ചായത്ത് ഹോളിലേക്കൊന്നും നിങ്ങൾ വരേണ്ടാവില്ല. ഒക്കെ നന്നായി വരട്ടെ. ഇനി ഭാസ്കറിന്റെ അവിടെ ഒന്ന് കയറണം. എംബ്രാന്തിരിയാണ് സദ്യക്ക്. ഒക്കെ ഞാനും കൂടി പകർച്ച കൊടുത്തയക്കാം. ചോറ് മാത്രം വെച്ചാ മതി. ഓ വരട്ടെ മാലതി. അവള് പോയാൽ ജാനു ഒറ്റയ്ക്കാവും. കണ്ണനില്ലേ? പുതിയ ഷർട്ടും ട്രൗസറും തുന്നിച്ചില്ലേ കണ്ണ? മാലതിയുടെ വല്യമ്മ തന്ന പടം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. നീ വരണ്ട, ഇവിടെ എന്തെങ്കിലും പണിയുണ്ടാവും. അറ്റക്കടായ കിടക്കുമ്പോ കൈ പിടിക്കണേ വല്യമ്മേ. ആ പെണ്ണിന് ഭാഗ്യണ്ട്. ആ. ശരിക്കും അനുഗ്രഹിച്ചില്ലേ? ഉവ്വ്. നീ എന്താ അനുഗ്രഹിച്ച്? അത് ഞാൻ പറയില്ല. അനുഗ്രഹിച്ചു വേണ്ട മാതിരി. എന്നാലും പറഞ്ഞാലെന്താ? അതോ എന്നെപ്പോലത്തെ ഒരു ഭാര്യയായി കഴിയാൻ യോഗം ഉണ്ടാവട്ടേന്ന്. അപ്പൊ ആലൂക്കാര് പോയതിന്റെ വിഷമം തീർന്നു എന്നർത്ഥം. അതേ ഉം. ഒന്നുമില്ല, പിന്നെ പറയാം. ആ, അവളുടെ തുന്നപ്പണി നിർത്തണ്ട. റൈറ്റർമാരുടെയും സൂപ്പർവൈസർമാരുടെയും ഒക്കെ പെണ്ണുങ്ങള് തിന്ന് തടി അനങ്ങാണ്ടിരിക്കല്ലേ. അവരൊക്കെ പഠിക്കാൻ വരും. ഒന്ന് തുടങ്ങി വെച്ചാ. സൂപ്രണ്ട് ഒരുപക്ഷെ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ, പോണതിന് മുമ്പ് അങ്ങോട്ട് വാ, രണ്ടാളും കൂടി. അപ്പൊ നടക്കട്ടെ ചാമ്പൂട്ടി. ബാഗ് ഇങ്ങോട്ട് തന്നേക്കൂ. കനണ്ട്. ഓറഞ്ച് മുന്തിരിങ്ങ നിന്റെ എന്താ? ഒരു സെറ്റുമുണ്ട്. ആ ബാഗ് ഞാൻ പിടിക്കാം, കനുള്ളതല്ലേ. ഇത് എനിക്ക് അവൻ തന്നതാ. അത്ര ദൂരം വേണ്ട, ഞാൻ പിടിച്ചോളാം. നീ മാലതിക്ക് എന്തോ കൊടുക്കണ കണ്ടല്ലോ. എന്താ കൊടുത്തത്? എനിക്ക് കണക്കറിയാണല്ലോ. ഒരു കുതിരപ്പവൻ. അപ്പൊ ഇനി 4 എണ്ണം ബാക്കിയുണ്ട് അല്ലേ? ബീനിയും ഭർത്താവും കൂടി വരുമ്പോ 1 അവൾക്ക്, പിന്നെയും 3 എണ്ണം ഉണ്ടാവും. 40-42 റുപ്യ പവന് വിലയുള്ള കാലത്ത് വാങ്ങിയതാ അതൊക്കെ. കല്യാണ ചെലവിന് ജാനുവിനൊന്നും കൊടുത്തില്ലേ? എന്നെ നാട്ടുമര്യാദ പഠിപ്പിക്കണ്ട. എത്ര? അത് നീ അറിയണ്ട. വീട്ടിലെ വരവ് ചെലവ് കണക്ക് വെക്കണത് ഞാനാ. വരൂ. മൈക്കൊക്കെ വെച്ച് കേമാക്കുണ്ടല്ലോ ജാനു. ഓർമ്മയുണ്ടോ? കല്യാണത്തിന് ഞങ്ങളുടെ വീട്ടിലും റെക്കോർഡ് വെച്ചിരുന്നു. 500 ആൾക്കായിരുന്നു സദ്യ. നേരത്തുമ്പന്ന് തൊട്ട് 7 ദിക്കിലെ ഈന്തിൻപട്ടയുടെ കമാനം. MS സുബ്ബലക്ഷ്മിയുടെ റെക്കോർഡായിരുന്നു അധികവും.
അസൽ ഓർമ്മയുണ്ട്. വലിയ ശുദ്ധിക്കാരനാന്നാ എല്ലാവരും പറഞ്ഞത്. എനിക്കും അതുകൊണ്ട് പേടിയായിരുന്നു. മാലയിടുമ്പോ ഒന്ന് നോക്കി, അപ്പോഴും വലിയ ഗൗരവം. ഗൗരവല്ല, പരിഭ്രമം. ആകെ പരിഭ്രമായിരുന്നു. പിന്നെ എപ്പോഴാ പേടി മാറിയത്? ബസ്സിൽ പോയില്ലേ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോ? അടുത്തടുത്ത് ഇരുന്നപ്പോ കൂടെ ഒന്നും നോക്കണില്ല. മുഖത്ത് ശുണ്ഠി തന്നെ. ബസിന്റെ മണം തട്ടിയപ്പോ വല്ലാതെ ഛർദിക്കാൻ വന്നു. അപ്പൊ അതിലേറെ പേടി. അപ്പൊ ആരും കാണാണ്ട് ഒരു ചെറുനാരങ്ങ കയ്യിൽ തന്നെ പറഞ്ഞില്ലേ, മണപ്പിച്ചോളൂ, ഛർദി വരില്ല. നോക്കുമ്പോ ഒരു ചിരി, ചെറിയൊരു പുഞ്ചിരി. വല്ലാത്തൊരോർമ്മ. ആ ചിരി എന്നും ഞാൻ മറക്കില്ല. പേടിക്കേണ്ട ഒരാളല്ല, ഒരു ചങ്ങാതി തന്നെയാണെന്ന് തോന്നിയത് ആ ചെറിയ ചിരി ചിരിച്ച നേരം മുതൽക്കാണ്. ഇനി ആ പാലട വിളമ്പോ. മതി 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 മതി. ആ പാലട കുറച്ചും കൂടി ആവാം. മതി, ഇനി പരിപ്പുണ്ട്. തടി ഏതായാലും നന്നായി. ജാനും ഒക്കെ കേമായിട്ട് തന്നെയാ. എംബ്രാന്തിയുടെ ദഹനം ഒട്ടും മോശമല്ല. ഇനി ആ പരിപ്പ് കുറച്ചൊഴിക്കും. ഒഴിക്കൂ, കുറച്ചും കൂടി ആവാം. ഒഴിക്കൂ. മതി മതി. സത്യം പറയാലോ, ഊണ് കുറച്ചധികമായി. നന്നായിട്ടൊന്ന് ഉറങ്ങിക്കോളൂ. അപ്പാ ഞാനേ കുറച്ചു ദിവസമായി പറയണമെന്ന് വിചാരിച്ചിട്ട്. ആലൂരിന്ന് വന്ന ആലോചനയുടെ കാര്യ. ഇനി അത് വിസ്തരിച്ചിട്ട് എന്താ പ്രയോജനം? എന്റെ കൂടെ കഴിയാനായിരുന്നു തലയിലെഴുത്ത്. തീർന്നില്ലേ? ആലൂർത്തി, ഞാൻ വെറുതെ പറഞ്ഞതാ. ഒരാലോചനയും വന്നില്ല. ആദ്യമായിട്ട് വന്ന ആലോചന ഇതന്നെയായിരുന്നു. അത് നടക്കുകയും ചെയ്തു. അത് ഞാൻ ഏകദേശം ഊഹിച്ചിരുന്നു. ഇല്ലാത്തൊരാലോചനയുടെ കേമത്വം പറയുമ്പോ ഒരു രസമുണ്ടല്ലോ. അത് കളയണ്ടാച്ചിട്ട് ഞാൻ തർക്കിക്കാണ്ടിരുന്നല്ലേ ഇതുവരെ. നീ കെട്ടിച്ചമച്ച് ഓരോന്ന് പറയുമ്പോ മുഖം നോക്കിയാ എനിക്കറിയില്ലേ. ഊണ് കുറച്ചധിക. രാത്രി പൊടിയരിയുടെ കഞ്ഞി മാത്രം ഇത്തിരി കഴിച്ചാ മതി. വൈകുന്നേരം പുറത്തൊക്കെ ഒന്ന് നടന്നോളൂ. ബീനമോളുടെ കാര്യം കുഴപ്പമൊന്നും കൂടാതെ കഴിഞ്ഞുകൂടിയാ മതിയായിരുന്നു. നമുക്കൊന്ന് അങ്ങോട്ട് വിളിക്കാം ഇന്ന് രാത്രിയില്. ഉറങ്ങിയല്ലേ?
ഹലോ, കുവൈറ്റിന്ന് ചേന വരാനുണ്ടായിരുന്നുള്ളൂ. അയാളും എത്തി. 3 മണിക്ക് തന്നെ എത്തും. ഇനി നമുക്ക് അടുത്ത ആളുകൾ ആരെങ്കിലും വരാനുണ്ടോ? ഇല്ല, എല്ലാരും ആയി. അവിടെ കുറച്ചു ദിവസം ഞങ്ങളുടെ അടുത്ത് നിൽക്കുക. പിന്നെ ഒരു മാറ്റം വേണമെന്ന് തോന്നിയാ കേശവട്ടിന്റെ അടുത്തേക്ക് പോവാം. അമ്മയ്ക്ക് കുവൈറ്റിലേക്കും വരാം. പുതിയ സ്ഥലം, നാട്ടിൽ നിന്ന് കുറച്ച് വിട്ടു നിന്നാൽ തന്നെ മനസ്സിൽ സുഖം തോന്നും. ഇപ്പൊ കൊച്ചിയിൽ നിന്ന് നേരിട്ട് ഫ്ലൈറ്റ് ഉണ്ടല്ലോ, യാത്രയ്ക്ക് ഒരു ബുദ്ധിമുട്ടില്ല. പറമ്പും വീടും ഒക്കെ രാമൻകുട്ടി നോക്കിക്കോളും. നല്ല വില കിട്ടിയാ പിന്നെ കൊടുക്കുകയും ചെയ്യാം. ഇവിടെ ഇത്തിരി കൃഷി ചെയ്തിട്ട് എന്താ ഗുണം? എവിടെ നിൽക്കാനാ ഇഷ്ടന്ന് അമ്മയാണ് നിശ്ചയിക്കണ്ടത്. ഞാൻ പറയാച്ചാ മാറി മാറി 3 സ്ഥലത്ത് നിൽക്കുക. ഇടയ്ക്കൊരു ചേഞ്ച് വന്ന അമ്മയ്ക്കും മടുപ്പ് തോന്നില്ല, അല്ലേ അമ്മേ? ഞാൻ എവിടേക്കും ഇല്ല കുട്ടികളെ. അമ്മ ഇവിടെ ഒറ്റയ്ക്കെങ്ങനെ? ഞാൻ ഒറ്റയ്ക്കല്ല, അച്ഛൻ എപ്പോഴും ഈ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവും. യാതൊരു ബുദ്ധിമുട്ടും വരില്ല കുട്ടികളെ. ഞങ്ങൾ പോവാ. 2 ആഴ്ച കഴിഞ്ഞാൽ ഒന്ന് വരും. ബന്ധുവീടുകളിലൊക്കെ കയറി കഴിഞ്ഞില്ല. ബുദ്ധിമുട്ടാതെ പോയി വല്യച്ഛൻ, എന്റെ ആഗ്രഹം പോലെ തന്നെ. അമ്മയോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇവിടുത്തെ കാര്യം നോക്കാൻ. എല്ലാ സ്ത്രീകൾക്കും ആഗ്രഹം ഭർത്താവ് ഇരിക്കുമ്പോ തന്നെ മരിച്ചു പോണേന്നാണ്. മംഗലത്തോടെ മരിക്കുക. എന്റെ അമ്മയൊക്കെ പറയണത് കേട്ടിട്ടുണ്ട്. അതറിയോ മാലതിക്ക്? എന്റെ പ്രാർത്ഥന മറിച്ചായിരുന്നു. ഞാനുള്ളപ്പോൾ തന്നെ കഷ്ടപ്പെടാതെ വല്യച്ഛൻ പോണേന്ന്. അതീശ്വരൻ കേട്ടു. കുട്ടിക്കത് മനസ്സിലാവില്ല. രാത്രി പാതിരയ്ക്കാവും വയറ്റിക്കാളല്. അപ്പൊ മോര് വേണം. രാസ്നാദി പൊടി ഇട്ടില്ലെങ്കിൽ കുളിച്ചാ നീരിളക്കം. തണുപ്പ് വിട്ട വെള്ളത്തിലേ കുളിക്കാവൂ. ആഹാരം ചിലതൊക്കെ വയറ്റിന് തീരെ പിടിക്കില്ല. ഞാനില്ലാത്തപ്പോ ഇതൊക്കെ ആരാ അറിഞ്ഞു ചെയ്യാ? ശീലങ്ങളൊക്കെ എനിക്കറിയണ മാതിരി വേറെ ആർക്കെങ്കിലും നിശ്ചയം ഉണ്ടാവോ? ഒട്ടും കഷ്ടപ്പെടാതെ പോയത് ഭാഗ്യം. മാലതി പൊക്കോടൂ.
നേരത്തെ മരിച്ചത് ഭാഗ്യെന്നല്ലേ വല്യമ്മ പറഞ്ഞ? പിന്നെന്തിനാ വല്യമ്മ കരയണം? അത് നിനക്ക് മനസ്സിലാവില്ല കണ്ണ.